ഗർഭിണികളുണ്ടെങ്കിൽ ഒഴിവാക്കണം. ഓക്കെ, നമുക്ക് ഇരിക്കാം. ഓക്കെ, ഈശോയ്ക്ക് പറയാം. ഹല്ലേലൂയ. ഇവിടെ കുട്ടികളെ കുറച്ച് പാടുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നാളെയൊക്കെ നമുക്ക് കുടുംബമായിട്ട് ഒരുമിച്ച് പാടി ഈശോയ്ക്ക് നന്ദി പറയണം. ഹല്ലേലൂയ. സോറി, ഹല്ലേലൂയ. നമ്മുടെ ഇന്ന് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നാളെ വൈകുന്നേരം ഈ സമയത്ത് മക്കൾ ഒന്നിച്ച് വന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് നാളെ ഷെയറിംഗ് സെക്ഷനുണ്ട്, കൗൺസിലിംഗ്. മമ്മി പപ്പായും കാണുന്നത് നിങ്ങളുടെ കുട്ടികളുമായ എന്തെങ്കിലുണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് വരിക. പിന്നെ അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കുട്ടികളുടെ ഇപ്പോൾ കൗൺസിലിംഗ് എല്ലാം തീർന്നു. കൊച്ചു കുട്ടികളില്ല, വലിയ കുട്ടികളില്ല. ഇനി നാളെ നിങ്ങളും അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദിവസമാണ്. പ്രൈസലോ. അപ്പോൾ നാളെയൊക്കെ നമ്മുടെ ഹീലിങ്ങും അതോടൊപ്പം കുമ്പസാരം കൊണ്ട് സൗഖ്യ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. നമുക്ക് ഈശോയ്ക്ക് തന്നെ ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഇപ്പോൾ ആദ്യത്തെ സെക്ഷൻ, 2 സെക്ഷനുണ്ട്. നമ്മുടെ അനീഷ് ബദർ അയർലൻഡിലാണ് താമസം. ജീവിത പങ്കാളിയുണ്ട്. ജീവിത പങ്കാളിയുടെ പപ്പ പെട്ടെന്ന് ആക്സിഡൻറ്റ് മരിച്ചു. അതുകൊണ്ട് അവർ പെട്ടെന്ന് നാട്ടിൽ വന്നതാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് കുട്ടികളുടെ ചെറുപ്പത്തിൽ കൂടി ദൈവകൃപയ്ക്ക് ശേഷം യൂത്ത് ആയ സമയത്ത് ഈശോയുടെ ഒരു പ്രത്യേക സ്പർശനം ലഭിച്ചപ്പോൾ അദ്ദേഹം പിന്നീട് പഠിക്കുവാനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയി. പഠിത്തവും ജോലിയായിട്ട് കട്ടപ്പന എന്ന് പറഞ്ഞ ബിന്ദു പുറത്തോട്ട്. ഓക്കെ, പ്രീസലോ. ഒരു ഹല്ലേലൂയ. അതിനുശേഷം അദ്ദേഹം അവിടെ പഠിത്തത്തോടൊപ്പം നല്ലൊരു സുവിശേഷകനായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം എൻ്റെ ഒരു ഉപകരണമാക്കി തീർത്തു. അതിനുശേഷം വിവാഹം കഴിച്ചു. അതിനുശേഷം അയർലൻഡിൽ വന്നു. അയർലൻഡിൽ ഇപ്പോൾ ശക്തമായിട്ട് ഐറിഷുകാർക്ക് വേണ്ടി ഒരു മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വീക്കെൻഡിലെല്ലാം ഏതെങ്കിലും ഇടവകയിലൊക്കെ ഇങ്ങനെ ഐറിഷുകാരെ നമ്മുടെ മലയാളികൾക്കല്ല, ഐറിഷുകാരെ അതിവിവര സഭാപകർ പോയി ഈശോയെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മിനിസ്റ്ററിയുണ്ട്. ഞങ്ങളവിടെ 1 പ്രാവശ്യം പോയപ്പോൾ അദ്ദേഹമായിട്ട് ഒന്നിച്ച് ശുശ്രൂഷയാൻ ദൈവം ഇടവരുത്തി. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നാട്ടിൽ വന്നപ്പോൾ വന്ന് വിളിച്ചിരുന്നു. എവിടെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ വന്ന് കൂടാനും പ്രാർത്ഥിക്കാനും സഹായിക്കാനുമായിട്ട്. അങ്ങനെ ഇന്ന് കുട്ടികൾക്ക് ഒരു സെക്ഷൻ എടുത്തായിരുന്നു. കുട്ടികളെ കൗൺസിലിംഗ് നടത്തി ദൈവത്തിൻ്റെ കൃപയിൽ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ആൾക്കാരെ സഹായിക്കുന്നു. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈശോയെ കണ്ടുകൊണ്ട് ഈശോയോട് ജീവിക്കാൻ പറ്റിയ കാര്യങ്ങൾ പറയും. അതിനുശേഷം നമ്മൾ ആരാധനയ്ക്ക് ഒരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾ കുടുംബമായിട്ട് മമ്മി പപ്പായും ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. 8:30 കഴിയുമ്പോഴേക്കും അവിടെ പോയി ആഹാരം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് സമയം വർത്തമാനം പറയണം. അല്ലേ, കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? വർത്തമാനം. ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങത്തില്ല. വർത്തമാനം പറയണം. നമ്മൾ കുട്ടികളെല്ലാവരും ഇപ്പം നമ്മുടെ എല്ലാവരും വീട്ടിൽ മൊബൈൽ ഫോണൊക്കെ വന്നതുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് എല്ലാവരും നോട്ടമാണ്. എല്ലാവരും ചാറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ, അമ്മ പോലും പണ്ട് മോനെ ചോറ് റെഡിയായെന്ന് പറയുന്നതിന് പകരം താഴെ മിസ്ഡ് കോഡ് വിടുവാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് എന്തില്ല, നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ല. അനുസരിച്ചിട്ടുണ്ട്. കുട്ടികൾ ചിലവർ അമ്മയെ വിളിക്കാറ് പോലുമില്ല. പിന്നെ മെസ്സേജ് ഇടും, തിരക്കാതെ പറയുന്നത്. മെസ്സേജ് ഇടുമ്പോൾ സമയലാഭമുണ്ട്. പക്ഷേ നമ്മൾ കുട്ടികളുമായിട്ട് എന്തില്ല, ഫേസ് ടു ഫേസ് നോക്കാൻ പോലും നമ്മളെ കൊണ്ട് സമയമില്ലാത്തൊരു
അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിങ്ങളെ നേരത്തെ വിടുന്നതിന് ലക്ഷ്യം നിങ്ങൾ കുറച്ചു നേരം എന്ത് ചെയ്യുക, വർത്തമാനം പറയും എന്ന് പറഞ്ഞേ, വർത്തമാനം പറയുക. ഇവിടെ കഞ്ഞിയും കറിയും വെക്കേണ്ട കാര്യമില്ല, ഉള്ളതെന്ന് വെച്ചാൽ കഴിച്ചിട്ട് പോയി കുറച്ചു നേരം വർത്തമാനം പറയാം എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാം. അവിടെ എന്ത് ചെയ്യുക, സാധാരണ ഞാൻ മിണ്ടിക്കുകയല്ല, ഇവിടെ നിങ്ങൾ ഞങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങൾ കുട്ടികളുമായിട്ട് എന്ത് ചെയ്യണം, വർത്തമാനം പറയാം. മമ്മിയും പപ്പായും നമ്മൾ എന്ത് ചെയ്യണം, പല മമ്മിക്കും പപ്പായിക്കും വർത്തമാനം പറയാൻ സബ്ജക്റ്റ്. നിങ്ങൾ കുട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കിയ സംസാരമുണ്ട്, അല്ലെങ്കിൽ എന്താ എന്നെ പറയുന്നത് എന്നെ പറയേണ്ടതെന്ന് നമുക്ക് അറിയുന്നില്ല. ഭാര്യ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ ചേട്ടൻ പറയും, നീ തുടങ്ങുമ്പോഴേ എവിടെ പോയാൽ നിൽക്കണമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് പുള്ളി ഫുൾ സ്റ്റോപ്പ് എവിടെയാണ് ഇടുന്നത് അത് ആദ്യമേ ചോദിച്ചു പറയും. അതോടുകൂടി ചേച്ചിക്കൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ നമുക്കൊന്ന് കുട്ടികളുമായിട്ട്, അപ്പോൾ നമുക്ക് അതിനെ സഹായിക്കുന്നതാണ് എന്താ, ആരാധന. മമ്മിയും പപ്പായും തമ്മിൽ ഐക്യവും സമാധാനം സന്തോഷവും ഉണ്ടെങ്കിലേ ഉള്ളൂ ആ മൂലക്കല്ലിന്മേൽ ആർക്ക് പണിയാൻ പറ്റുള്ളൂ, മക്കൾക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു മിനിറ്റ് കണ്ണടക്കാൻ പാടില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പറഞ്ഞ സ്വരമുണ്ട്, പരിശുദ്ധാത്മാവേ അങ്ങയുടെ വചനം അയച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒന്നായി തീരുവാൻ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളോടൊപ്പം ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും അങ്ങയുടെ വചനം അയച്ച് വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് അനീഷ്മതന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് നമുക്ക് വലതുകരം ഉയർത്തി, ഈശോയെ ഇന്നേ ദിവസം എന്നെ അങ്ങയുടെ കൃപയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചു. ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇന്നേ ദിവസം എന്നെ അങ്ങയുടെ കൃപയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പുതിയ നിയമത്തിന്റെ അരൂപിയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തമായി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന യേശുവേ, ഒരു കൊടുങ്കാറ്റാണ് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ദാഹിക്കുന്ന ഓരോ ആത്മാക്കളിലേക്കും, ഓരോ മനുഷ്യരിലേക്കും, ഓരോ മക്കളിലേക്കും pour it out your spirit, fill them with your anointing, O Lord. അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇവിടെ അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ്, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ഇവിടെ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. പൗലോസ്ലീഹ കുറേ അധികം സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പൗലോസ്ലീഹയ്ക്ക് ദൈവം പകർന്നു നൽകുന്ന വലിയൊരു സമാശ്വാസമുണ്ട്. അപ്പം നമ്മൾ കുടുംബജീവിതത്തില്, വ്യക്തിപരമായ ജീവിതത്തില് നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്താ? ഏറ്റവും വലിയ ശക്തി നമ്മൾ വിശ്വാസം എന്ന് പറയും, പക്ഷെ പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്ന ഈ ഒരു സമാശ്വാസമാണ്. ഈ സമാശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. എൻ്റെ പപ്പ മരിച്ചുപോയ സമയത്ത് അന്ന് കുറേ പ്രശ്നങ്ങൾ അതിനോടനുബന്ധമായിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെത്താണ്. എൻ്റെ ഫാദറിലോയും മരിച്ചത് അങ്ങനെയാണ്. എൻ്റെ ഫാദർ ആ സമയത്ത് കുറേ കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പപ്പ ഒരു ഈവനിങ്ങിൽ നടക്കാൻ ഇറങ്ങിയതാണ്. ആൾ പെട്ടെന്ന് തലകറങ്ങി വീണു. ആശുപത്രിയിൽ ചെന്ന സമയത്ത്
ഒരു ഷോക്ക്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഷോക്കിനകത്തു കൂടെ ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് പപ്പ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകളെല്ലാം 1 by 1 തകർന്നു. പൈസ തരാനുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവരുമായിട്ടൊരു ലീഗൽ ബാങ്കിങ് ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ ബിസിനസ്സുകളെല്ലാം ഞങ്ങൾ കുറേ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. കടങ്ങളുണ്ടായിരുന്നു, കടങ്ങൾ അടച്ചു തീർക്കണം. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഫോണിൽ വിളിക്കുന്ന ആൾക്കാർ എന്നെ കണ്ടോളൻസസ് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആൾക്കാർ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പിന്നെ ഞാൻ ഒറ്റ മകൻ, അപ്പം എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് അത് വന്നേക്കുവാണ്. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഇതെങ്ങനെ നേരിടും കർത്താവ്? നമ്മൾ ചില സമയത്ത് നമ്മൾ ദൈവത്തോട് ചോദിക്കും, അല്ലേ, ദൈവം ഇത് എങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ നേരിടും? അന്ന് ഈ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടത്. അതായത് നമ്മുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ചില അവസ്ഥയിലൂടെ നമ്മൾ കയറി പോകുന്ന സമയത്ത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു ദൈവത്തിൻ്റെ സമാശ്വാസം നമ്മളിലേക്ക് കടന്നു പോകും. അപ്പം അന്ന് ഞാനിങ്ങനെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്നതാണ്, ഈശോയെ പ്രസംഗിക്കുന്ന ആൾ എൻ്റെ വീട്ടിലുള്ള ഒരു നാട്ടുകാർക്കൊക്കെ അറിയാം. അപ്പോൾ നാട്ടുകാർ ലോകം തരുന്ന ഒരു കണ്ടോളൻസസ് ഉണ്ട്, രാജരാജനുകളൊക്കെ പറഞ്ഞിട്ട് അവർ പറയും, നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇത്രയൊക്കെ ദൈവത്തിലൂടെ നടന്നിട്ട് ഇങ്ങനൊരു അവസ്ഥ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത്. അപ്പോൾ നമുക്ക് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നുകൂടെ സാഡാണ്, ഒന്നുകൂടെ ഡിപ്രസ്ഡ് ആണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഈശോയെ വിഷമത്തിലാണ് പ്രാർത്ഥിക്കാനിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഈ വിഷമങ്ങളെല്ലാം മറികടക്കുവാൻ സഹായിക്കുന്ന വലിയൊരു അഭിഷേകം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അനുഭവിക്കാൻ പറ്റും. ഈ പറയുന്ന വിഷമങ്ങളെ മുഴുവൻ അതിജീവിക്കുവാൻ ശക്തിപ്പെടുത്തുന്ന വലിയൊരു കൃപ. ആ കൃപയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൃപ നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതേ വിഷമത്തിലുള്ളവരുടെ വേദനിക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ട് ചെന്ന് നമ്മൾ അവരോട് പറയും, നിങ്ങളുടെ വിഷമിക്കേണ്ട, ഈശോ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ ശക്തി നമുക്ക് അവിടെ അനുഭവിക്കാൻ പറ്റും. ഞാൻ തൊട്ടടുത്ത ദിവസങ്ങൾ എനിക്ക് ശുശ്രൂഷയ്ക്ക് കുറേ പേരെ വിളിച്ചു. ഞാൻ വിഷമക്കാരൻ വീട്ടിൽ ഇരുന്നില്ല, ഞാൻ പോയിട്ട് ഈശോയെക്കുറിച്ച് അവരോട് പറയാൻ തുടങ്ങും. അപ്പോൾ ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് ഫോൺ കോളൊന്നും പറയത്തില്ല. ആ ഫോൺ കോള് ആ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ പിന്നീട് ഓരോ കാര്യങ്ങളും ദൈവം ഓരോ ടേക്ക് 1 step at a time എന്ന നിലയിൽ ഓരോ കടങ്ങൾ വീട്ടാനുള്ള കാര്യങ്ങൾ എല്ലാം ദൈവം 1 by 1 അവർ ക്രമീകരിച്ചത്. ഹല്ലേലൂയ. അത്ഭുതകരമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഇടപെടും. ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനിട്ടിട്ട് ആ പ്രോപ്പർട്ടി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ആരും വിൽപ്പിക്കത്തില്ല. ഒരു തരത്തിൽ ആ പ്രോപ്പർട്ടി വിറ്റ് പോകാൻ അവർ സമ്മതിക്കത്തില്ല. കാരണം ഏറ്റവും കുറച്ച് വില താഴ്ത്തിക്കണം. അപ്പം അങ്ങനെ ഞാനിന്ന് അയർലൻഡിൽ അവിടെ ഒരു നടക്കാൻ പോകുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ നടന്നിങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ എങ്ങനെ സോർട്ട് ഔട്ട് ആവും, ഒരു രക്ഷയില്ല, കർത്താവ് നീ അത്ഭുതം പ്രവർത്തിക്കണേ എന്ന് പറയുന്ന സമയത്ത് അന്ന് മാതാവിൻ്റെ ഒരു അപ്പാരിഷൻ എടുക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം, ഒരു അപ്പാരിഷൻ. അമ്മയെ ഞാൻ കണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന മാതാവിൻ്റെ ഒരു പ്രസൻസ് എൻ്റെ തൊട്ടടുത്ത് വന്നു. അന്ന് അതിനൊരു 10 മിനിറ്റിന് മുമ്പ് നാട്ടിൽ ഇവിടെ എൻ്റെ അമ്മ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു വണ്ടിയിൽ ഒരു മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിൽ കൂടെ വേറൊരു സ്ഥലം നോക്കാൻ വേണ്ടി മേടിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ചെന്ന വഴിക്ക് അയാൾക്ക് വഴി തെറ്റിപ്പോയിട്ട് ഞങ്ങളുടെ പ്രോപ്പർട്ടിക്ക് അരികിലൂടെ പോകുന്ന സമയത്ത് എൻ്റെ ഒരു അമ്മയുടെ കസിൻ അവർ വഴി ചോദിച്ചതാണ് ഈ വ്യക്തിയോട്. അപ്പോൾ ആ കസിൻ പറഞ്ഞു, അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ അതൊന്ന് പോയി നോക്കാം. അപ്പോൾ ആ പ്രോപ്പർട്ടി ഞങ്ങളുടെ പ്രോപ്പർട്ടി അവർ വന്ന് കണ്ടപ്പോഴേ അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് നാട്ടുകാരുമായിട്ടൊന്നും ഇടപെടേണ്ടതായിട്ട് വന്നില്ല, ദൈവം അനുവദിച്ചില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു കച്ചവടം നടന്നു. അങ്ങനെ കടങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ ഒരു നാട്ടുകാരെ ഇടപെടാൻ ദൈവം അനുവദിച്ചു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഇട്ടേക്കും. ദൈവമാണ്, ഞാനാണ് അതിനകത്ത് നിനക്ക് വേണ്ടി ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നേച്ചർ അവിടെ കാണും. അതുകൊണ്ടാണ് യെശയ്യാ പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾ ഭയപ്പെട്ടു പോലെ, അയ്യോ എത്രയും വലിയ കട, 1 കോടി രൂപ, അത് കോടിക്കണക്കിന് കട, ഈ കട എങ്ങനെ വീട്ടും ദൈവമേ, ഈ കട കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില മനുഷ്യന് ഈ നാടുകളിൽ വലിയ അപവാദങ്ങളിലൂടെ കടന്നു പോകും. ചില പിതാക്കന്മാരും വൈദികരും ശുശ്രൂഷകരും ഒക്കെ എന്തുവരെ അപവാദങ്ങളിലൂടെ കടന്നു പോകും. അല്ലെ, അപവാദങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ടി വിയിലിരിക്കുന്നവർ ഈ അപവാദം പറയുന്നവർക്ക് അവർക്ക് എൻ്റർടൈൻമെൻറ്റ്, അവർക്ക് അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി ഇതെല്ലാം പറയും. പക്ഷേ ഇത് കടന്നു പോകുന്ന മനുഷ്യനും കിടന്നുറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങാൻ പറ്റാതെ ഞെരുവിരി കൊണ്ട് രാത്രിയിലൊന്നും കരഞ്ഞു കൂവി കഴിയുന്ന എത്രയോ മനുഷ്യരുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഒരു ആത്മഹത്യ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ
ഇവൻ എല്ലാ മനുഷ്യരെ പിടിച്ചു നിർത്തുന്നത് ഈശോയുടെ വലിയൊരു കൃപയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖല ഒരു ഉത്കണ്ഠയുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, ആ ഉത്കണ്ഠകളെല്ലാം നമ്മൾ ഈശോയുടെ സന്നിധിയിൽ ഇറക്കി വെക്കണം. ഈ കൂട്ടായ്മയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഒരു ഉത്കണ്ഠയുണ്ടെങ്കിൽ, ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അയ്യോ വീട്ടിലെ കാര്യം ആരും നടത്തും. ഇപ്പൊ ഒരു രോഗവിവരമാണ്, ഡോക്ടർമാർ നിങ്ങളോട് പറഞ്ഞു ഇന്നൊരു രോഗമുണ്ട്, ഈ രോഗമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മനസ്സ് അസ്വസ്ഥമാണ്. ചിലപ്പോൾ ഒരു കടമായിരിക്കും, ബാങ്കിൽ അടച്ചു തീർക്കാനുള്ള ഒരു പൈസ, ഒരു എമൗണ്ട്, അതിങ്ങനെ നിൽക്കുന്ന കാരണം മനസ്സ് മുഴുവൻ അസ്വസ്ഥമാണ്. ധ്യാനം കൂടാൻ വരുമ്പോഴും ദൈവമേ ഒരു ലോട്ടറി അടിച്ചത് കിട്ടി ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം, നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ദൈവത്തിന് ഒരു സെക്കൻഡ് മതി ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ. ദൈവത്തിന് ഒരു നിമിഷം മതി രോഗികളെ സൗഖ്യമാക്കാനും നമുക്ക് സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും. എല്ലാവരുടെ മുമ്പിൽ ദൈവമാണ് സത്യമാണ് ദൈവം എന്ന് വ്യക്തമാക്കാൻ ഒരു നിമിഷം മതി. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം ഈ വ്യഥകൾക്കുള്ളിലൂടെ നമ്മളെ കടത്തിവിടുന്നത് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 1-ാം ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന്. നമ്മൾ ശക്തരാകണം. എന്തിനാ? ഇതേ വേദനയിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലാതായിരിക്കും. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് എന്തെങ്കിലും പൈസ ഉണ്ടാക്കി വലിയ വീടൊക്കെ വെച്ച് കുറേ നാൾ കഴിയുമ്പോൾ മരിച്ചു പോകുന്നു. ഇതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മുന്നിൽ നമുക്കൊരു പർപ്പസ് ഉണ്ടാകുന്നത് നമ്മൾ ഈ കടന്നു പോകുന്ന സഹനത്തിനകത്തു കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സഹനം അനുഭവിക്കുന്ന അനേകരെ ശക്തരാക്കുവാൻ അല്ലെങ്കിൽ അവരെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതാണ് വചനത്തിൽ നമ്മൾ കാണും. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് ദിസ് ഗ്രേസ്? ഈ ഒരു സമാശ്വാസം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ ഒരു സമാശ്വാസം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഈ സമാശ്വാസത്തിന്റെ അഭിഷേകത്തെ ഇന്ന് നമ്മൾ സ്വീകരിക്കണം. ഒരു അഭിഷേകമാണ് കർത്താവ് നൽകുന്ന സമാശ്വാസത്തിന്റെ അഭിഷേകം. ഈ അഭിഷേകം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഈ ഉത്കണ്ഠയെ നമ്മൾ ഇറക്കി വെക്കും. 1 പത്രോസ് 5-ാം അതിന് 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്തും ഉയർത്തിക്കൊള്ളും. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അപ്പൊ ആർക്കാണ് ഈ അഭിഷേകം കിട്ടുന്നത്? വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. കൃപയെന്ന് വെച്ചാൽ അർഹതയില്ലാത്ത ദൈവത്തിന്റെ അഭിഷേകം കിട്ടും. അഹങ്കാരികളെ അഹങ്കാരികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭയങ്കര അഹങ്കാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിൽ ഈ ലോകത്തിലുള്ള നമ്മുടെ ഐഡന്റിറ്റിയിൽ ആരെങ്കിലും എനിക്കെല്ലാം അറിയാം, എന്നെ കവിഞ്ഞ വേറെ ആരും ഇല്ല, ഞാനാണ് എല്ലാത്തിനും മുകളിൽ എന്നൊരു സംഭവം അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നാ പറ്റുന്നത്? പരിശുദ്ധാത്മാവിന് നമ്മളെ അഭിഷേകം ചെയ്യുന്നതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കുകയാണ്. അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞ ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുകയും അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷെ നമ്മളിങ്ങനെ ധ്യാനം കൂടാനൊക്കെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് മുഴുവൻ ഉത്കണ്ഠകളാണ്. ദൈവം ഇനി എന്താവും, അടുത്ത ദിവസം കാര്യം എന്താവും, 100 ഉത്കണ്ഠകൾ വേട്ടയാടും. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈശോ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റ് മറക്കരുത്. ഈശോ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഞാനിപ്പോ കടന്നു പോകുന്ന അവസ്ഥ, ഈശോ എന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് നമ്മളിത് ചെയ്യേണ്ട നമ്മുടെ ഉത്കണ്ഠകളെ നമ്മൾ ഈശോയുടെ സ്ഥലത്തിൽ ഇറക്കി വെക്കണം. പക്ഷെ നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താ? എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നം, നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം, നമ്മൾ ഈ ഉത്കണ്ഠകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മാർത്തയെ പോലെ, ഈശോ ഒരിക്കല് മാർത്തയുടെ മറിയത്തിന്റെ വീട്ടിൽ വന്നു. ആ സമയത്ത് മാർത്ത എന്താ ചെയ്തത്? മാർത്ത വിഗ്രഹിക്കുകയാണ്. എവിടെയാണ്? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം. ബൈബിളുള്ളവർ എടുക്കണേ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവർ പോകുന്ന വഴി ഈശോ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്ന് പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന് പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട്
അവൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നു. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇങ്ങനെ വചനമൊക്കെ കേട്ടോണ്ടിരിക്കാം. നമ്മളോട് ഇപ്പം പറയുകയാണ്, ഒരു ആരെങ്കിലും പറയാം, നിങ്ങൾക്ക് വിടുതൽ കിട്ടും. ഈ ധ്യാനകേന്ദ്രത്തിന് ചുറ്റും ഒരു 10 തവണ നിങ്ങളൊന്ന് ഓടി ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓടാൻ പോകും. കാരണം അത് കേട്ടിട്ട് നമുക്കറിയാം, നമ്മളെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും. അങ്ങനെയാണ് ലോകം മുഴുവൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഈശോയുടെ കൃപ നമ്മളിലേക്ക് വരുന്നത് അത് മുഴുവനും ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിൽ നിന്നാണ് ആ കൃപ നമ്മളിലേക്ക് വരുന്നത്. അത് ആർക്കാ കിട്ടുന്നത്? എളിമയുള്ളവർക്ക് കിട്ടും. ഇവിടെ നമ്മൾ കാണുന്നു, മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കിൽ ഇരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കുവാൻ അവളോട് പറയുക. നമ്മൾ ഒരു ഭാഗത്തിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാർത്ത പറഞ്ഞ ന്യായമല്ലേ? ഈശോ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മറിയം തന്നെ ചുമ്മാ അവിടെ വന്നിരിക്കുവാണ്. എന്നാൽ മാർത്ത ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. പക്ഷെ ഇവിടെ ഈശോ പറയുന്ന ഉത്തരം എന്താ? കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കും. പലതിനെക്കുറിച്ചും ഉത്കണ്ഠയാണ്, അസ്വസ്ഥതയാണ്. അവിടെ വന്നിരിക്കുന്ന ആരെ? ഈശോയാണ്. ഈശോയ്ക്ക് ആ വീട്ടിൻ്റെ സകല കാര്യങ്ങളും അറിയാൻ വരും. മാർത്തേനെ അറിയാം, മറിയേനെ അറിയാം. ഇവിടെ മാർത്ത ഉത്കണ്ഠയും അസ്വസ്ഥയുമായി നിന്നുകൊണ്ട് പല കാര്യങ്ങളിലും ഈശോനെ പ്ലീസ് ചെയ്യാൻ നോക്കുവാണ്. ഞാൻ എന്ത് ചെയ്താൽ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഞാൻ എന്തൊക്കെ ചെയ്താൽ എനിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നത്. പക്ഷെ മറിയത്തെ നോക്കുമ്പോൾ മറിയത്തിനൊരു കാര്യം അറിയാം, എന്നെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരാളാണ് വീട്ടിൽ വന്നേക്കുന്നത്. ഈ ആളുടെ മുൻപിൽ എനിക്കൊന്നും മറച്ചു വെക്കേണ്ടതായിട്ടില്ല. ആൾക്ക് എൻ്റെ വീടറിയാം, എൻ്റെ റൂം അറിയാം, എൻ്റെ സകല കാര്യങ്ങളും അറിയാം. ഞാനിവിടെ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ ഈശോയിൽ നിന്ന് വരുന്ന കൃപയെ എനിക്കൊന്ന് സ്വീകരിക്കണം. അപ്പോൾ ഈശോ പറയുകയാണ്, ഇവിടെ ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. Only one thing is needed and Mary has chosen the better part. നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല ഭാഗം, ഏറ്റവും നല്ല ഭാഗം ഏതാ? ഈശോയിൽ നിന്ന് കൃപയെ സ്വീകരിക്കുക. അത് മടിയന്മാരുടെ പരിപാടിയല്ല. ഈശോയിൽ നിന്ന് കൃപയെ സ്വീകരിച്ചാൽ ആ കൃപയുടെ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താ? ഈ കൃപയുടെ അഭിഷേകം നമ്മളെ എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ച് ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ നമ്മളെ സഹായിക്കും. ഈശോയുടെ അപ്പസ്വലന്മാരും അമ്മമാതാവും ഏകദേശം 120 പേരെ സഖിയോൻ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് വരെ ഇസ്രായേലിൻ്റെ ഒരു ചെറിയ ലൊക്കേഷനിൽ മാത്രമേ ഈശോയുടെ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസം നിലനിന്നിരുന്നുള്ളൂ. എന്നാൽ കൃപയുടെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ജെറുസലേമിലും സമരിയായിലും ജൂദയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ അവർ ഈശോയുടെ സാക്ഷ്യം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഉത്കണ്ഠാകുലരാണെങ്കിൽ ആ വിഷയത്തെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച്, ചിലപ്പോൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ആരെങ്കിലും ഉന്നയിച്ചതാകാം, ഒരു കേസ് വരുമോ എന്നോർത്തുള്ള ഭയമാകാം. അതിനെല്ലാം ഈശോയിൽ എടുത്തു മാറ്റുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും ആ പ്രതിസന്ധികളെക്കാൾ വലിയവനായ ഈശോയുടെ ശക്തി ഇന്ന് നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നു. നമ്മുടെ പ്രതിസന്ധി ഒരു ചെങ്കടൽ പോലെ മുക്കിക്കളയുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണെങ്കിൽ ഇന്ന് ഈശോയുടെ അഭിഷേകം നമ്മുടെ നടുവിൽ വെളിപ്പെടുമ്പോൾ ആ ചെങ്കടലിനെ വിഭജിച്ചുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് ഉത്കണ്ഠകളെല്ലാം ഈശോ എടുത്തു മാറ്റുന്നു. ചെങ്കടലിനെ പിളർന്നുകൊണ്ട് ആ കടലിലൂടെ ആദ്യമായിട്ട് നടന്നു നീങ്ങിയത് ദൈവത്തിന്റെ ജനമാണ്. അതിനു മുൻപ് അത് ആർക്കും മറികടക്കുവാൻ പറ്റാത്തൊരു വലിയ കടല, ഒരു പ്രതിസന്ധിയാണ്. ഇതുപോലത്തെ പ്രതിസന്ധിയിലൂടെ ആരെങ്കിലും ഇതിനു മുൻപ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മുങ്ങി താഴ് കാണും. എന്നാൽ നീ ഇന്ന് ആ പ്രതിസന്ധിയെ ഫേസ് ചെയ്യുമ്പോൾ അത് നിനക്കെതിരെ ഉയർന്നിരിക്കുന്ന ഒരു അലിഗേഷൻ ആകാം, ഒരു ആരോപണമാകാം, ഒരു സ്ഥലത്തിന്റെ പ്രതിസന്ധിയാകാം, ജപ്തി നോട്ടീസ് ആകാം, വീടിന്റെ പ്രതിസന്ധിയാകാം. എന്നാൽ ഇന്ന് ഈശോയുടെ കരം നിനക്ക് വേണ്ടി അത്ഭുതകരമായി ആ ചെങ്കടലിനെ പിളർന്ന് വഴികൾ തുറക്കുന്നു. അത് വിശ്വാസത്തിന്റെ കണ്ണുകളിൽ ഈശോയുടെ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി സ്തുതിച്ച് വലിയൊരു അഭിഷേകം വെളിപ്പെടുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു, തടസ്സങ്ങൾ അഴിഞ്ഞു മാറുന്നു. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അരൂപികൾ, അവരെ ഒരുക്കിയ അരൂപികൾ, അത് കൂട്ടത്തോടെ നരകാഗ്നിയിലേക്ക് തള്ളി താഴ്ത്തപ്പെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
ലൂക്ക 10:19, കൊളോസ്സോസ് 2:14-15 വചനത്തിന്റെ ശക്തിയ, യോഹന്നാൻ 19:30 വചനത്തിന്റെ അഭിഷേകത, എല്ലാ ആരോഗ്യ ശക്തികളും ബന്ധിക്കപ്പെടണം, ബഹിഷ്കരിക്കപ്പെടണം, നരകാഗ്നിയിലേക്ക് തള്ളി താഴ്ത്തപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ജനങ്ങളെ പുലർത്തിയ ദൈവത്തിന്റെ മഹാത്ഭുതം യേശുനാമത്തിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈ സ്കിൻ അലർജി, സോറിയാസിസ് പോലത്തെ അലർജികൾ വരുന്ന വ്യക്തികളെ ഈശോ ഈ നിമിഷം സ്പർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തെ, അങ്ങയുടെ ആ സൗഖ്യത്തെ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കുന്നു കർത്താവേ. ഈശോയെ, അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കൊരു ചിന്ത ഇങ്ങനെ വരും, ഈശോയുടെ ഈ സൗഖ്യങ്ങളൊക്കെ സ്വീകരിക്കുവാൻ എനിക്ക് യോഗ്യതയുണ്ടോ? നമ്മളിങ്ങനെ ചിന്തിക്കും, ഈശോയെ, അങ്ങയുടെ അഭിഷേകത്തെ സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈശോയുടെ കുരിശുബലി എന്നുള്ളത്, ഈശോയുടെ പരിഹാര ബലി എന്നുള്ളത് നമുക്ക് വേണ്ടി വ്യക്തിപരമായി അർപ്പിക്കപ്പെട്ട ബലിയാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എനിക്ക് ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? ഇവിടെ നമ്മൾ കാണുന്നു, കർത്താവിന്റെ അപ്പോസ്തലൻ പറയുകയാണ്, ഇനിയുള്ള എൻ്റെ ജീവിതം എന്നുള്ളത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം. ഇവിടെ പൗലോസ്ലീഹ ഞങ്ങൾക്കെന്ന് പറയുന്നുണ്ടോ? ഇല്ല. മനസ്സിലാക്കി, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ബലിയായി തരികയും ചെയ്തു. അപ്പൊ ഈശോയുടെ ബലി എന്നുള്ളത് നമ്മുടെ പരിശുദ്ധ കുർബാനയ്ക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും കൂടത്തോടിരിക്കും, നമ്മൾ പൊതുവായിട്ട് എല്ലാവർക്കുമായിട്ടുള്ള ബലി. പക്ഷെ അതിൻ്റെ നടുക്ക് നമ്മളെന്ന് ഒരൊറ്റ ആത്മാവിന് വേണ്ടി ഒരുക്കപ്പെട്ട ബലിയായിട്ട് നമ്മളിതിനെ കാണണം, വിശ്വസിക്കണം. പൗലോസ്ലീഹയുടെ ഒക്കെ വിശ്വാസ ജീവിതത്തിന്റെ സീക്രട്ട് ഇതായിരുന്നു, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോ. ഈ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പറ്റുന്നത്. നമ്മുടെ ബൈബിളിൽ ആദ്യമായിട്ട് ഈശോയ്ക്ക് വേണ്ടി പ്രതിസന്ധികളുടെ നടുവിൽ ഇറങ്ങി പുറപ്പെട്ട ആളാരായിരുന്നു? വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. ആരായിരുന്നു? ഈശോയ്ക്ക് വേണ്ടി വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ്, മരണം വരെ സംഭവിക്കാവുന്ന ഒരു സമയം. ഈശോ ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഈശോനെ കല്ലറയിൽ അടക്കിയിരിക്കുകയാണ്. ആ സമയത്ത് ഈശോയുടെ ഒരു ശിഷ്യനാണ് ഈശോയുടെ പിൻഗാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടാം, ജയിലിൽ കൊണ്ടിടാം, പീഡിപ്പിക്കപ്പെടാം, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം. അന്നത്തെ നിയമമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. റോമ ഗവൺമെൻറ് നിയമം, ജൂതമതത്തിൻ്റെ നിയമം വളരെ സ്ട്രിക്റ്റാണ്. ആ സമയത്ത് ഒരു വ്യക്തി ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ ഒരാൾക്ക് വീട്ടിലിരിക്കാൻ പറ്റിയില്ല. ഈശോയുടെ സ്നേഹത്തിനാൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങി ഈശോയുടെ കല്ലറയ്ക്ക് അരികിലേക്ക് പോയി. ആരത്? പത്രോസ്ലീഹ പൗലോസ്ലീഹ ഒന്നുമല്ല. മമ്മി പറഞ്ഞ കറക്റ്റ്, മഗ്ദല മറിയം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പൊ മറിയത്തിന് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം മറിയം ഈശോയുടെ ഈ സ്നേഹത്തെ വ്യക്തിപരമായി ആഴത്തിൽ അറിഞ്ഞു. എപ്പോഴാണ് അറിഞ്ഞ്? മഗ്ദല മറിയം എപ്പോഴും ഈശോയുടെ സ്നേഹത്തെ അറിഞ്ഞ്? വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട് മഗ്ദല മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ആൾക്കാർ അന്നുണ്ടായിരുന്ന സദൂക്യരും നിയമജ്ഞരും ഫരിസേയരൊക്കെ കല്ലെടുത്തിങ്ങനെ പിടിച്ചേക്കും, ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണം, ഇതാണ് നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ മുൻപിൽ നിന്ന് ഈശോ ആ മകനെ രക്ഷിച്ചു. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ. അങ്ങനെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ മഗ്ദല മറിയം, ആ കൃപ സ്വീകരിച്ച മഗ്ദല മറിയം. അതാണ് കർത്താവിന്റെ കൃപയുടെ പ്രത്യേകത. ഈശോയുടെ കൃപയും ഈശോയുടെ സ്നേഹവും ഒരു മനുഷ്യൻ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞാൽ ആ വ്യക്തിയെ പാപത്തിന് മരിച്ചവനാക്കി തീർക്കും. അപ്പൊ നമ്മളിങ്ങനെ പിള്ളേരോട് എല്ലാവരോടും പറയുന്നത് പാപം ചെയ്യരുത്, അത് ചെയ്യരുത്. പക്ഷെ എല്ലാവരും ഇതൊരു കൽപ്പനയായിട്ട് എടുത്ത് അവസരം കിട്ടുമ്പോൾ പാപം ചെയ്യുവാണ്. എന്നാൽ ഒരു വ്യക്തി പാപത്തിന് മരിച്ചവനായിത്തീരുന്നത് എപ്പോഴാണ്? ഈശോയുടെ സ്നേഹം, ഈശോയുടെ കൃപ, ഈശോയുടെ കരുണ ഇത് ഒരു ആത്മാവിലേക്ക് തുളച്ചു കയറുമ്പോൾ ആ കരുണയാണ് ഒരു മനുഷ്യനെ പാപത്തിന് മരിച്ചവനാക്കി തീർക്കുന്നത്. ഇവിടെ മഗ്ദല മറിയത്തിന് വീട്ടിൽ ഇരിക്കുകയായിരുന്നല്ലോ. എത്രയോ ആയിരക്കണക്കിന് മനുഷ്യര്
ഈശോയുടെ സൗഖ്യം സ്വീകരിച്ചവർ ആ നാട്ടിലുണ്ടായിരുന്നു അല്ലേ? ഈശോ എത്രയോ ആയിരക്കണക്കിന് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണമായിട്ട് കൊടുത്തു. ഈശോയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരും അത്ഭുതം സ്വീകരിച്ചവരും അടയാളങ്ങൾ സ്വീകരിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാള് വീട്ടിൽ നിൽക്കാതെ ഈശോയുടെ കല്ലറക്കരികിലേക്ക് ഇറങ്ങി പോവുകയാണ്. അതിന് കാരണം എന്താ? ഈശോയുടെ സ്നേഹം ആ വ്യക്തി അനുഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. 1 യോഹന്നാൻ 4:19 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കും. പലപ്പോഴും നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈശോ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഇത് പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്രമാത്രം ഈശോ എന്നെ സ്നേഹിക്കുന്നല്ലോ, ഇത്രമാത്രം ആഴത്തിൽ ഈശോ എന്നെ മനസ്സിലാക്കുന്നല്ലോ. ഈ സ്നേഹത്തെ നമ്മൾ റിസീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ട് വചനത്തിൽ ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഇതുപോലെ തന്നെ ക്ഷമിക്കുന്ന കാര്യം, ആദ്യം കൊളോസ്യസ് 3:13 ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കും. നമ്മൾ ക്ഷമിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതിന് കാരണം എന്നാ? ക്രിസ്തു നമ്മളോട് ക്ഷമിക്കുന്ന ആ ക്ഷമയെ നമ്മുടെ ആത്മാവിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ പറ്റാത്തത്? ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ ആഴത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആന്തരിക മുറിവുകൾ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം ഈശോയുടെ സ്നേഹം എത്രമാത്രം നമ്മുടെ ആത്മാവിൻ്റെ ആഴത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ് നമുക്ക് സൗഖ്യം കിട്ടുന്നോ. എഫെസോസിലെ 3 പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിന് നീളവും വീതിയും ഉയരവും ആഴവും നമ്മൾ ഗ്രഹിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നമ്മൾ നിറയപ്പെടുകയാണ്. ഇപ്പം നമുക്ക് മഗ്ദലക്കാരി മറിയത്തിൻ്റെ കാര്യം മാത്രം ചിന്തിക്കാം. ജോൺ ചാപ്റ്റർ 20:11 മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായി. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം. ഞാനവനെ ഈ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനവനെ എങ്ങനെ എടുത്തോണ്ട്? ഞാനവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം. അതായത് ഒരു സ്ത്രീ പറയുകയാണ്, യേശുവിൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടാം, ജയിലിൽ അകപ്പെടാം, അതൊന്നും എനിക്കിവിടെ ബാധകമില്ല, എന്നെ കൊന്നിരിക്കാം. ഞാൻ ഈ ഈശോയുടെ ശരീരവും ചുമന്നുകൊണ്ട് ഈ തെരുവിലൂടെ നടക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞ ആളാരാ? മഗ്ദല മറിയം. അപ്പൊ മഗ്ദല മറിയത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ആ സഹോദരിയെ ആ വിശുദ്ധയെന്ന് വിളിക്കുന്നില്ല, സഭ വിശുദ്ധയെന്ന് വിളിക്കും. എന്നാൽ ഈശോയുടെ മുൻപിൽ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ ഒരു ആത്മാവ്, ആ സ്നേഹം മനസ്സിലാക്കിയ ആത്മാവ് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ഇവിടെ ഇപ്രകാരം ഈശോയോട് പറയുകയാണ്, ഈശോ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് ഈശോയോട് പറയുകയാണ്, നീ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ അതെവിടെ വെച്ചെന്ന് പറഞ്ഞു. ഞാനത് എടുത്തുകൊണ്ട് പൊക്കോളാം. പ്രഭു, അങ്ങ് അവൻ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം. എവിടെയാ എൻ്റെ ഈശോയുടെ ശരീരം കൊണ്ട് വെച്ചേക്കുന്നത്? അതൊന്ന് വിട്ടു തന്നെ, ഞാനത് എടുത്തോണ്ട് പൊക്കോളാന്നേ. കാര്യം പിടികിട്ടി, ഞാനത് എടുത്തോണ്ട് പൊക്കോളാം. നിങ്ങളിത്, എനിക്ക് വേറെ ഒന്നുമല്ല വലുത്, എനിക്ക് എൻ്റെ ഈശോയെ വലുത്. മരിച്ചു കഴിഞ്ഞാലും സാരമില്ല, എന്നൊക്കെ സംഭവിച്ചാലും ഈശോയാണ് എനിക്ക് വലുത്. ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു അവളെ വിളിച്ചു, മറിയം. നമ്മുടെ ബൈബിൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു അപ്പസ്ട്രോഫി, മറിയം, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. ദൈവത്തെ ബൈബിളിൽ ഒരു സ്ഥലത്താണ് തടഞ്ഞു നിർത്താതിരിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് തടഞ്ഞു നിർത്താതിരിക്കുക. നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. അപ്പൊ അവിടെ വലിയ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, സൂര്യനെ വരെ തടഞ്ഞു നിർത്തിയ അഭിഷിക്തന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ദൈവത്തെ തടഞ്ഞു നിർത്തിയ ആദ്യത്തെ വ്യക്തി അതെന്തായിരുന്നു? ആ തടഞ്ഞു നിർത്താതിരിക്കുവാൻ ആ ഈശോനെ അവിടെ തടഞ്ഞു നിർത്തിയ ആ ഒരു ഫാക്ടർ എന്താ? മറ്റൊന്നുമല്ല, സ്നേഹം. സ്നേഹം. മഗ്ദല മറിയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം. ആ സ്നേഹത്തിന് മുൻപിൽ ഈശോ സ്റ്റോപ്പ് ആവുകയാണ്.
അപ്പൊ നമ്മുടെയൊക്കെ ഹൃദയം നുറുങ്ങുന്ന സമയത്ത്, ചില വേദനകളുടെ നടുവിൽ നമ്മളിങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ദൈവം ഇതൊന്നും കേൾക്കുന്ന ദൈവം ആ സമയത്ത് നിന്റെ വേദനകൾ നിന്റെ കൂടെ വന്നിരുന്ന് അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ വേദനകളും ആ സെക്കൻഡിൽ ഈശോ അനുഭവിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ കടന്നു പോകുന്ന വേദനകള് ഏതോ യൂണിവേഴ്സിന് വെളിയിലിരിക്കുന്ന ഏതോ ഒരു ദൈവമല്ല അനുഭവിക്കുന്നത്, നമ്മുടെ കൂടെ വന്നിരുന്ന് ദൈവം അത് അനുഭവിക്കുക. ഇത് ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ട്. അതിന്റെ കാരണം റോമാലേഖനത്തിൽ നമ്മളതിന്റെ 2 വാക്യം നമുക്ക് വായിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ നടുവിൽ സംഭവിക്കും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ പീഡ അനുഭവിക്കും. അപ്പോൾ ആരുടെ കൂടെ പീഡ അനുഭവിക്കുന്നത്? ഈശോയോട് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളും. ഹല്ലേലൂയ. അപ്പൊ ഈശോയോട് കൂടെ ഈ സഹനം അനുഭവിക്കുവാൻ എന്തുകൊണ്ടാണ് ഈശോയോട് കൂടെ നമ്മൾ ഇത് അനുഭവിക്കുന്നു എന്ന് പറയുന്നത്? ഞാൻ ഒരു കാര്യം കൂടെ പറയും. ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇനി മുതൽ പരിശുദ്ധ കുർബാന നിങ്ങൾ ഭയങ്കര ഒരു അനുഭവമായി മാറും. അതിന് കാരണം ഈശോയോട് കൂടെ നമ്മൾ എല്ലാ സഹനങ്ങളും അനുഭവിക്കണമെങ്കിൽ അതിനകത്ത് ഈശോ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി തീരുവാനുള്ള കാരണം? നമ്മുടെ മനസ്സിൽ എപ്പോഴും പറയും നമ്മൾ ഈശോനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ നമ്മുടെ ഉള്ളിലോട്ട് വരുന്നത്. പക്ഷെ ഈശോ ഇത്രമാത്രം നമ്മുടെ കൂടെ വന്നിരുന്ന് നമ്മുടെ സഹനത്തിൽ താതാത്മ്യപ്പെട്ട് നമ്മുടെ കൂടെ പീഡനം അനുഭവിക്കണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം? ഈശോയുടെ എന്ത് കാര്യം കൊണ്ടായിരിക്കും ഈശോ ഇത്രമാത്രം നമ്മളോട് ചേർന്നിരിക്കുവാനുള്ള കാരണം? ഹല്ലേലൂയ. നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ? അല്ല. നമ്മുടെ ഒരു യോഗ്യത കൊണ്ടോ നമ്മുടെ മേന്മ കൊണ്ടോ ഒന്നുമല്ല. ഇതിനെക്കുറിച്ച് പൗലോസ്ലീഹ നൽകുന്ന ഒരു ഉത്തരവുണ്ട്. ഈ ഉത്തരം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ പരിശുദ്ധ കുർബാന അനുഭവം ഭയങ്കര ആഴമേറിയതാണ്. കൊളോസ്യസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. എന്നോട് പറഞ്ഞു, എന്നെ ഈശോയുടെ ഭൗതിക ശരീരത്തിൽ അനുരഞ്ജിപ്പിച്ചു. ഈശോ എന്താ ചെയ്ത? ഈശോയുടെ ഭൗതിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു. അപ്പൊ അനുരഞ്ജനം എന്ന് വെച്ചാൽ എന്താ? രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായെങ്കിൽ ഒരാൾ വന്ന് നടുക്ക് വന്ന് ആ പ്രശ്നം പരിഹരിച്ചു. അനുരഞ്ജനത്തിലേക്ക് വന്ന പിന്നെ പ്രശ്നമുണ്ടോ? അവിടെ പ്രശ്നമില്ല. ഈശോയുടെ ഭൗതിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു. ഈശോയുടെ ശരീരമാകുന്ന സഭയിൽ, ഈശോയുടെ ശരീരത്തിൽ, സ്പിരിച്വൽ ബോഡിയിൽ നമ്മളെല്ലാവരും കണക്റ്റഡാണ്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകുന്നതിന് കാരണം എന്താ? നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിൽ, ആത്മീയ ശരീരത്തിൽ കണക്റ്റഡാണ്. 1 Corinthians 12:27 നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളും. ഇന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കുന്ന ബ്രേക്കിന് ഒരു സഹോദരൻ എന്നോട് പറയുമായിരുന്നു, ധ്യാനത്തിലൊന്നും ആൾക്കാരുടെ യൂണിറ്റി ഇല്ല. എല്ലാവരും വന്ന് അവനവൻ്റെ കാര്യം പ്രാർത്ഥിക്കുന്നു, അവനവൻ്റെ വിടുതലിനെ കുറിച്ച് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. യൂണിറ്റി വരാൻ എന്താ ചെയ്യേണ്ടത്? ആ സഹോദരൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഈശോ ഈ വചനം നൽകി. 1 Corinthians 12:27 ഈ കാര്യം എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ്. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാകട്ടെ, ഒരു വൈദികനാകട്ടെ, നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമാണ്. ആ ശരീരത്തിന്റെ അവയവമാണ്. ആ അവയവമാക്കി നമ്മളെ തീർത്തതാണ് ഈശോയുടെ കുരിശിലെ പരിഹാരവിധി. ഹല്ലേലൂയ. ഈശോ കുരിശിൽ പരിശുദ്ധ കുർബാനയായി തീർന്നതിന്റെ ഒരു വലിയ പർപ്പസ്, കർത്താവിന്റെ സ്പിരിച്വൽ ബോഡിയിലേക്ക് നമ്മളെ ഒരു കാന്തം എന്ന് വേറെ കാന്തത്തെ അട്രാക്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന പോലെ ഈശോയുടെ ആത്മീയ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളെല്ലാവരും കണക്റ്റഡാണ്. അതാണ് സഭയാകുന്ന ശരീരം. ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കണക്റ്റഡാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടുന്ന നിമിഷം ആ സഭയിലൂടെ ഒഴുകുന്ന സകല കൃപകളും നമ്മളിലേക്ക് വന്ന് ചേരുകയാണ്. ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുവാണ്, അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. അപ്പൊ നമ്മൾ ദൈവസമക്ഷം പരിശുദ്ധരും കുറ്റമറ്റവരും നിഷ്കളങ്കരുമായി തീരണമെങ്കിൽ നമുക്കൊരു
അപരിമയമായ ദൈവകൃപയുടെ ഒരു അഭിഷേകം നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കണം. അത് നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിലുള്ള സകല കാര്യങ്ങൾ ഫോളോ ചെയ്ത ആൾക്കാർക്ക് ഈശോനെ വന്നപ്പോൾ ഈശോനെ പിടികിട്ടുന്നില്ല. അവരുടെ ആത്മീയ അന്ധത വന്നു. ഈ അന്ധത മുഴുവനും നീക്കം ചെയ്യുന്ന ആരാ? ഈശോയും ഈശോയുടെ സ്നേഹവുമാണ്. ആ സ്നേഹം മനസ്സിലാക്കി ഈശോനെ വിശ്വസിക്കുന്ന, ഈശോനെ തിരിച്ചറിയുന്ന ഒരു ആത്മാവിലേക്ക് ദൈവകൃപ കടന്നു വരികയാണ്. ഇവിടെ നമ്മൾ കാണുന്നു, അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. ഈശോ എന്തിനു വേണ്ടി കുരിശിൽ മരിച്ചത്? നമ്മളെ ഈശോയുടെ ഭൗതിക ശരീരത്തെ അനുരഞ്ജിപ്പിച്ച് നമുക്ക് രക്ഷയും പാപമോചനവും നീതീകരണവും ഒക്കെ സൗജന്യമായി നമുക്ക് നൽകി നമ്മളെ ദൈവത്തിൻ്റെ മുൻപിൽ, പിതാവിൻ്റെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായിട്ട് നമ്മളെ സമർപ്പിക്കുക. അപ്പം നമ്മുടെ ധ്യാനത്തിനൊക്കെ കൂടി ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അഭിഷേകം. ഈ അഭിഷേകം കിട്ടിയിട്ട് നമ്മൾ പലപ്പോഴും പറയും, ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വലിയ പാപചിന്തകളോ മറ്റു കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. രണ്ടാഴ്ച വളരെ സ്മൂത്തായിട്ട് പോകും. അത് കഴിയുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ഇങ്ങനെ തല മുക്കുന്നതായിട്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അതിന് കാരണം എന്താ? അതിന് കാരണം വേറൊന്നുമല്ല, നമ്മുടെ ധ്യാനം കൂടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൃപ കിട്ടുന്നതായിട്ട് നമുക്ക് ഭയങ്കര അഭിഷേകം കിട്ടുവാണ്. പക്ഷെ ഈ അഭിഷേകത്തിനകത്ത് നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കണം. 2 ആഴ്ച കഴിഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞാലും 5 ആഴ്ച കഴിഞ്ഞാലും ഈശോയുടെ ഭൗതിക ശരീരത്തിൽ ഈശോ എന്നെ ചേർത്ത് വെച്ചതാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ കടന്നു പോകുമ്പോൾ ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ മനസ്സിലാക്കുന്നത്, ഇത് എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന നിമിത്തം, എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന നിമിത്തം എനിക്ക് വേണ്ടി ദൈവപുത്രൻ എന്നെ യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൽ അനുരഞ്ജിപ്പിച്ചതിൻ്റെ പുതിയ ഉടമ്പടിയുടെ അടയാളമാണ്. ഈ അടയാളം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന നിമിഷം എല്ലാ ബന്ധനങ്ങളും ഒഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വിട്ടുമാറാത്ത ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ വേട്ടയാടുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മളെ പുറത്തു കൊണ്ടുവരുന്നത് ഈശോയുടെ പരിഹാര ബലിയുടെ അനന്തശക്തിയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഈശോ ഇതുപോലെ വലിയ ഒരു ശപിക്കപ്പെട്ടവൻ, വചനത്തിൽ പറയാം, ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നമ്മെ നിയമത്തിന്റെ ശാപത്തിൽ നിന്നും ഈശോ രക്ഷിച്ചു. അപ്പൊ നിയമത്തിന് ശാപമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ, റോമാലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിയമത്തിന്റെ ഉദ്ദേശം പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. പാപത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ദൈവം പ്രവാചകന്മാരിലൂടെ കൽപ്പനകൾ നൽകിയപ്പോൾ ആ കൽപ്പന കിട്ടി ആ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴേ നടന്ന ആദ്യത്തെ സംഭവം എന്താ? 1-ാം കൽപ്പന ലംഘിച്ചു. അവിടെ തന്നെ 3000 പേര് മരിച്ചു വീഴുന്നതാണ് നമ്മുടെ പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ ഈശോ കൃപയുടെ കാലഘട്ടം, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തിന്റെ കാലഘട്ടം തുടങ്ങി. കർത്താവിന്റെ പരിഹാര ബലിക്ക് ശേഷം അപ്പസ്തോലന്മാരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഈശോയുടെ കുരിശിനെ പരിഹാര ബലിയെ പ്രസംഗിക്കുന്ന സമയത്ത് അന്നവിടെ സംഭവിച്ചത് എന്താ? 3000-ലധികം ജനങ്ങൾ ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിൻ്റെ കൃപയുടെ അഭിഷേകം നിറയപ്പെടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ ജനനമുണ്ടാവുകയും ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് ഒരു വ്യക്തിയെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിൽ കടന്നു വന്ന് കാൽവരി മലമുകളിൽ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നത്. ഈശോ പറഞ്ഞ യോഹന്നാൻ സുവിശേഷത്തിൽ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിൽ ഈശോ അത്ഭുതങ്ങൾ ചെയ്യാൻ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് നമ്മളെക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്, ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരേ ഒരു ഘടകം എന്താ? നമ്മുടെ വിശ്വാസം. നമ്മൾ എന്തിനാണ് വിശ്വസിക്കേണ്ടത്? ഈശോ മിശിഹായിയുടെ പരിഹാര ബലിയിൽ.
ആ പരിഹാര ബലിയിൽ നമ്മൾ ഇന്ന് ഈ കസേരയിൽ ഇരുന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഈശോയെ അങ്ങയുടെ പരിഹാര ബലിയിൽ എൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാ വിടുതലുകളും അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അങ്ങയുടെ ഭൗതിക ശരീരത്തിൽ ആ കുരിശുബലിയിലൂടെ അവിടുന്ന് എന്നെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൽ വളരെ വിശ്വാസത്തെ ഏറ്റുപറയുന്ന നിമിഷം എന്താ സംഭവിക്കുന്നത്? കൊളോസ്സസ് 1:13 അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു, തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇന്ന് ജീവിതത്തിൽ ധ്യാനത്തിൽ ഇവിടെ വന്നപ്പോൾ ഒരുപാട് നിയോഗങ്ങൾ കാണാം. വീട്ടിലുള്ള ഒരു വ്യക്തിയുടെ മാനസാന്തരമാകാം, കുടുംബത്തിലുള്ള ഒരു മനുഷ്യൻ, നിങ്ങളുടെ തന്നെ വ്യക്തിപരമായ ഒരു നിയോഗമാകാം. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ഡെലിവറൻസുകൾ സ്വർഗം നമുക്കായി നൽകും. അതിന് കാരണം എന്താ? ആ ഡെലിവറൻസ് നമുക്ക് കിട്ടാൻ വേണ്ട വില ഈശോ ക്രൂശിൽ കൊടുത്തതാണ്. കൊളോസ്സോസ് ലേഖനം 1:13 നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് വായിക്കാം. കൊളോസ്സോസ് ലേഖനം 1 അതിന്റെ 13 അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈശോയുടെ കുരിശുബലിയില് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു. വിമോചിപ്പിക്കുമായിരിക്കുമെന്നല്ല, വിമോചിപ്പിച്ചു. തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. അപ്പം ഒരു രാജ്യത്തിന്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുവന്നേക്കുവാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വേറെ രാജ്യത്തിലേക്ക് പോകും. അപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലം അയർലൻഡിന്റെ UK ബോർഡർ. ഇപ്പം എൻ്റെ വീടിൻ്റെ അവിടുന്ന് UK ബോർഡറിലോട്ട് 5 മിനിറ്റ് ഉണ്ട്. നമ്മൾ ടൗണിലോട്ടൊക്കെ പോകുമ്പോൾ UK കയറിയും നോർത്തേൺ അയർലൻഡ്, അപ്പം അതിലെ കയറി പോകുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും, യു ഹാവ് എൻറ്റേർഡ് UK. നമ്മുടെ റോമിങ് ആണെന്ന് എഴുതി കാണിക്കും. മാത്രമല്ല അവിടെ കറൻസി ഡിഫറെൻ്റ് ആയി, പൗണ്ടായി, ഇപ്പുറത്താണെങ്കിൽ യൂറോ ആയി. ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആ രാജ്യത്തിൻ്റെ മൊത്തമാണ്. അയർലൻഡിലാണെങ്കിൽ പോലീസ് ഗാർഡയാണ്, ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോൾ അത് പോലീസ്, ഇന്ത്യയിലെ പോലെ അത് പോലീസ്. ഇതിനെല്ലാം വ്യത്യാസം ഉന്നയിക്കുവാണ്. അപ്പം ആ പോലീസിനും ഈ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൻ്റെ ആ അതിർത്തി ഭേദിച്ച് പുറത്തോട്ട് വരാൻ പറ്റില്ല. അവരുടെ ആ ഒരു ജൂറിസ്ഡിക്ഷൻ അകത്ത് നിന്നുള്ള പ്രവർത്തനങ്ങളേ ഉള്ളൂ. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ ചുറ്റും വെളിപ്പെടും. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന വ്യക്തി ആ ദൈവരാജ്യത്തിൻ്റെ രാജാവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് നിലനിൽക്കുന്നിടത്തോളം ദൈവരാജ്യത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശ്വാസതടസ്സം പോലുള്ള ബുദ്ധിമുട്ട്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള വ്യക്തികളെ ഈശോ സ്പർശിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്നിട്ടും ചെസ്റ്റ് ഇൻഫെക്ഷൻ, ചെസ്റ്റിന് ബുദ്ധിമുട്ടുള്ളവരെ കർത്താവ് ഈ നിമിഷം സൗഖ്യമാക്കുന്നുണ്ട്. ഒന്നുകൂടെ വലതുകരത്തിൽ ഈശോനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ആരാധന. ഈ സ്ഥല വിൽപ്പന, സ്ഥലത്തിന്റെ സംബന്ധമായ ബ്ലോക്കുകൾ, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നു, ലാൻഡിന്റെ മാപ്പ്, ലാൻഡിന്റെ ബ്ലോക്കുകൾ, അത്തരത്തിലുള്ള സംഭവത്തിൽ നിന്ന് ഈശോ കർത്താവ് ഡെലിവറൻസ് നൽകുന്നുണ്ട്. ആ ഒരു ഡെലിവറൻസ് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അലിഗേഷൻസ്, നിരവധി അലിഗേഷൻസ്, ആരോപണങ്ങൾ നേരിടുന്ന ചില വ്യക്തികളുടെ കൂട്ടായ്മയിലുണ്ട്. അവരെ കർത്താവ് അതിശക്തമായി വിടുതൽ ചെങ്കടല് പിളർത്തിയെന്നതുപോലെ നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളെ ദൈവം തുടച്ചു മാറ്റി നിങ്ങൾക്ക് വേണ്ടി ദൈവം നീതി നടപ്പാക്കി കർത്താവിന്റെ കൃപ നിങ്ങളെ സംരക്ഷിച്ച് മുൻപോട്ട് നയിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. ഈശോ ഇങ്ങനെ ഒരു കാര്യം കാണിക്കുകയാണ്. ഈശോ ഇങ്ങനെ അനേകർ അടുത്ത് വന്ന് ഈശോ ഇങ്ങനെ തോളെ തട്ടി കർത്താവ് ഇങ്ങനെ പറയും, നിനക്കെന്റെ കൃപ മതി, കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ ആവസിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കൊക്കെ ബലഹീനതകൾ കാണാം അല്ലേ? ഈ ബലഹീനതകൾക്കുള്ളിലേക്ക് കർത്താവ് അയക്കുന്ന വലിയൊരു കൃപയുണ്ട്. 2 കൊരിന്ത്യർ 12 9 2 കൊരിന്ത്യർ 12 9 നമ്മൾ പ്രകാരം അവിടെ കാണുകയാണ്, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ്
അവിടെ നിന്നോട് അരുളി ചെയ്തു, നിനക്കെന്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. കണ്ടോ? അപ്പൊ നമ്മൾ തളർന്നിരിക്കുന്ന സമയത്താണ് ഈശോയുടെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ വലിയൊരു പ്രതിസന്ധി ഞങ്ങൾ നേരിട്ട സമയത്ത് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇമെയിൽ വന്ന സമയത്ത് വാസ്തവത്തിൽ അത് വായിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഭാരം വരുന്ന, തളർന്നു പോകുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ഇമെയിലാണ്. പക്ഷെ ആ സമയത്ത് വലിയൊരു സമാധാനം ഉള്ളിലുണ്ടെന്ന് അറിയപ്പെടും. ഹല്ലേലൂയ. അത് ലോകം തരുന്ന പോലത്തെ ഒരു സമാധാനമാണ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പീസ്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ഞാൻ എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ലോകം തരുന്ന സമാധാനമുണ്ട്, ഈശോ തരുന്ന സമാധാനമുണ്ട്. ഈശോ തരുന്ന സമാധാനത്തിന് പ്രത്യേകത എന്താ? ഈ സമാധാനം നമ്മളെ മുൻപോട്ടേക്ക് വഴി നടത്തും. ഈ സമാധാനം നമ്മളെ ശക്തിപ്പെടുത്തും. ആ സമാധാനം നമ്മളെ പരിപൂർണതയിലേക്ക് നയിക്കും. ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടൊരു കോൺഫിഡൻസ് ആണ്. ഈ സംഭവം ഇല്ലാതെ അപ്പസ്തലന്മാർക്ക് മുമ്പോട്ടാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ തുടങ്ങിയത്. സൂപ്പർ നാച്ചുറൽ ആയിട്ട് സ്വർഗം നൽകുന്ന സമാശ്വാസം. ഈ സമാശ്വാസം ചിലപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ കുറേ കാര്യങ്ങൾ ഓർത്ത് എങ്ങനെയാവും എന്താവും ഓർത്ത് ഇപ്പോഴും വിഷമിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നു. നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ധ്യാനം കൂടുന്ന സമയത്ത് മനസ്സിൻ്റെ വിഷമിച്ചിരിക്കുക, എൻ്റെ ഈശോയെ ഞാൻ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ നേരെ ആവുമോ എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈശോയ്ക്ക് നമുക്ക് തരാനുള്ള ഉത്തരവ് എന്താ? നിനക്കെൻ്റെ കൃപ മതി. ഡു നോട്ട് ലിമിറ്റ് മൈ പവർ. നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ഈശോയുടെ കൃപയെ നമ്മൾ ചെറുതാക്കും. ഒരിക്കലും കാനഡയിൽ നിന്നൊരു വ്യക്തി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ആ മനുഷ്യന് കുറേ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ കാരണം അത് ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുക. പ്രാർത്ഥിക്കുന്ന വ്യക്തി, ധ്യാനമൊക്കെ കൂടുന്ന വ്യക്തിയാണ്, പക്ഷെ ആത്മഹത്യയുടെ മുമ്പിൽ ആൾ നിൽക്കുകയാണ്. അപ്പം ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ ഒരു കാര്യം പറഞ്ഞു, എല്ലാ വേദനകളും വിഷമങ്ങളും ഈശോയുടെ മുൻകിരീടത്തിലേക്ക് സമർപ്പിക്കുക. നമുക്ക് ചില സമയത്ത് ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരും. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോൾ ഒരു വീഡിയോ കണ്ടു. ഒരു മനുഷ്യൻ, അതായത് സിനിമാ പ്രൊഡ്യൂസറോ സംവിധായകനോ, അതായത് ഇങ്ങനെ ആത്മഹത്യയുടെ മുമ്പിൽ നിന്ന് ഒരു വീഡിയോ എടുത്തേക്കോ, ആത്മഹത്യ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പല പ്രതിസന്ധിയിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ കടന്നു പോകൊണ്ടിരിക്കുന്നത് അല്ലേ? പല പ്രതിസന്ധികളിലൂടെയാണ്. നമ്മളൊക്കെ സ്ട്രോങ് എന്ന് കരുതുന്ന പല മനുഷ്യരും വീക്കാണ്, ഭയങ്കര വീക്കാണ് എല്ലാവരും. നമ്മളൊക്കെ ചിന്തിക്കും അവരൊക്കെ വളരെ സ്ട്രോങ് ആണ്. അല്ല, എല്ലാവരും വീക്കാണ്. ഈശോയുടെ കൃപ ഇല്ലാതെ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഈശോയുടെ കൃപ കിട്ടിയവരാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നൻ. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നൻ ആരാ? ഈശോയുടെ കൃപ കിട്ടിയവരാണ്. ഞാൻ നേഴ്സിംഗ് ഹോമിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ മനുഷ്യൻ, എയർപ്ലെയിനുള്ളവർ, ഷിപ്പുള്ളവരൊക്കെ അവിടെ കെയർ ഹോമിൽ താമസിക്കുന്നവരുണ്ട്. അവർക്ക് ഈ അൽഷൈമേഴ്സ് ഒക്കെ വന്നിട്ടുള്ളവർക്ക് അവരാരാന്ന് പോലും അവർക്ക് അറിയാം. ചില മനുഷ്യർക്ക് ഡിമെൻഷ്യ ഉള്ളവർക്ക് അവർക്ക് പൈസയുണ്ട്, പക്ഷെ അവരുടെ ഐഡന്റിറ്റി പോലും അവർ ഓർക്കുന്നുണ്ട്. ചില മനുഷ്യർക്ക് അവർക്ക് ഒന്നും ചെയ്യാനില്ല ജീവിതത്തിൽ. അവർക്കുള്ള ഫണ്ട് കൊണ്ടോ പൈസ കൊണ്ടോ അവർക്ക് ഒരു ഉപകാരമില്ല. അതൊക്കെ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകും അവസാനം. അപ്പോൾ ഓർത്ത് നോക്കിക്കേ, ഈശോയുടെ കൃപ കിട്ടിയ ഒരു വ്യക്തി എത്രമാത്രം വലിയ സമ്പന്നനാണ്, എത്രമാത്രം കരുത്തുള്ളവനാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഈശോയുടെ കൃപ കിട്ടിയ വ്യക്തിയാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നൻ ആരാ? ഈശോയെ കിട്ടിയവനാണ്. ഈശോയെ കിട്ടിയവന് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ആദ്യമേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുന്നു, അതോടുകൂടെ എല്ലാം നിങ്ങളോട് വന്ന് ചേരും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരും. ഹല്ലേലൂയ. അപ്പൊ ഞാനിവിടെ വിളിച്ച മനുഷ്യൻ വളരെയധികം ഭാരപ്പെട്ട് വിഷമിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് എനിക്ക് ഭാരമുണ്ടാകും. എന്നെ ഈശോ കൂടുതൽ ഉപയോഗിക്കുന്ന സമയങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ വലിയ ഭാരത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭാരത്തിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാതെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മുൾക്കിരീടത്തിലേക്ക് ഈ വിഷമങ്ങളെല്ലാം സമർപ്പിക്കുക. മുൾക്കിരീടത്തിലേക്ക്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ ഈശോയെ ഞങ്ങളുടെ ഈ വിഷമങ്ങളെ വേദനകളെ എല്ലാം ഈശോയെ ഞങ്ങളുടെ മുൾക്കിരീടത്തിലേക്ക് സമർപ്പിക്കും. ഇങ്ങനെ പറയുന്ന സമയത്തുണ്ട്. കാനഡയിലും ഞാൻ അയർലൻഡിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും, ഞങ്ങൾ ഒരു മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാണ്, ഞങ്ങളുടെ നടുവിൽ യേശു നിൽക്കുന്നതാണ് ഫീൽ ചെയ്യുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഭാരങ്ങൾ മുഴുവൻ വിട്ടുപോകാൻ വേണ്ടി എല്ലാ ഭാരം. അതായത് നമ്മൾ
മനസ്സിലൂടെ കടന്നു പോകുന്ന ഈ നെഗറ്റീവ് ചിന്തകൾ മുഴുവനും ഒരു ഒരു ഇങ്ങനെ അബ്സോർബ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈശോയുടെ മുൻകിരീടം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. ഞാൻ അതിന് ശേഷം എൻ്റെ വാളത്തിനകത്ത് ഈശോയുടെ മുൻകിരീടത്തിൻ്റെ പിക്ചർ എപ്പോഴെങ്കിലും ഇങ്ങനെ വിഷമം വരുമ്പോൾ ഇത് തുറന്നു പോകും. ഈശോയുടെ മുൻകിരീടത്തിലേക്ക് എന്നെ സമർപ്പിക്കും. തൊട്ടടുത്ത ദിവസം തന്നെ അത്ഭുതങ്ങൾ നടക്കും, വിടുതൽ നടക്കും. ഈശോ പറയും, നിങ്ങൾ 2-3 പേരെ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന് രാത്രി ഈശോയുടെ ഒരു സ്പെഷ്യൽ ടച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ ആൾക്കാർ എനിക്കെതിരെ അതും ഇതുമൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നെക്കുറിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെ അതും ഇതുമൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഈശോയോട് ചേർന്നിരിക്കുമ്പോഴല്ലോ ഈശോ നമുക്ക് ഈശോയിൽ നിന്നുള്ള കൃപ അവരോട് ക്ഷമിക്കാൻ നമുക്ക് സഹായിക്കും. ഞാനിങ്ങനെ ഓൺലൈനിലൊക്കെ ഈശോയെ കുറിച്ച് പറയുന്ന സമയത്ത് ചില മനുഷ്യർ ഇങ്ങനെ ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചീത്ത വിളിക്കും, അതും ഇതൊക്കെ പറയും. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അവർ എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. ഹല്ലേലൂയ. നിങ്ങളെ ദ്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പറയും, എന്തിനാ ഇങ്ങനെ ചീത്തവിളി കേൾക്കുന്നത്, എന്തിനാ ഇതുപോലെ. അപ്പം ക്രിസ്ത്യാനികളായിട്ടുള്ളവർ തന്നെ പറയും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അപ്പം ഈശോയോട് പറയും, ആ വേദനയെ എൻ്റെ പീഡാസഹനത്തിലേക്ക് എന്നെ സമർപ്പിച്ചത്. നമ്മൾ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകാം, ഫേസ്ബുക്കിലോ ഓൺലൈനിലോ റിപ്ലൈ കൊടുക്കുക. ആ വേദനയെ ഈശോയുടെ പീഡാസഹനത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഈ വ്യക്തി തന്നെ പ്രാർത്ഥിക്കണേ, ഇന്ന റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഇതേ വ്യക്തി തന്നെ വരും. 2-3 ആഴ്ച വലിയ താമസമൊന്നുമില്ല. അപ്പം ഇതേ കാര്യം തന്നെ ഞാൻ മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും പണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പറയുമ്പോൾ ഇവരെല്ലാം ഈശോയുടെ കരുണയിലേക്കും ആ മുൾക്കിരീടത്തിലേക്കും കർത്താവിനെ കുരിശുവിലേക്ക് സമർപ്പിക്കുന്ന സമയത്ത് ഇതേ ആൾക്കാർ തന്നെ പിന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് മടങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഹല്ലേലൂയ. അതിന് കാരണം എന്താ? ഈശോയുടെ പരിഹാര വിധി എന്നുള്ളത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി. പറഞ്ഞ എന്നോട് പറഞ്ഞു, എൻ്റെ ഈശോയുടെ പരിഹാര വിധി എനിക്ക് വേണ്ടിയും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും രക്ഷ ലഭിക്കുന്നത് ഈശോയുടെ പരിഹാര വിധിയിലൂടെയാണ്. അപ്പൊ ആ ഈശോയുടെ കൃപ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ സ്നേഹം, ആ ക്ഷമ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നത്. കൊളോസ്യസ് 3-13 വാക്യം. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുക. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. എങ്ങനെയാ ക്ഷമിക്കണ്ടേ? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. അപ്പം ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി നൽകുവാണ്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചത് നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ടോ? കർത്താവ് ക്ഷമിക്കുന്നു നമുക്കറിയാം. പക്ഷെ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ഒരാളോട് ക്ഷമിക്കുന്നു. ഞാൻ നിന്നോട് ക്ഷമിച്ചാൽ 2 വിധത്തിൽ പ്രശ്നമായി. ഞാൻ പറയട്ടെ, ഞാൻ ക്ഷമിച്ചു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കേട്ടയാൾക്ക് ക്ഷമിച്ചെന്ന് മനസ്സിലായി. പക്ഷെ ആ ക്ഷമയുടെ ഒരു ഡെപ്ത്നെസ് ഉണ്ട്. എത്ര മാത്രം ക്ഷമിച്ചു. ചില മനുഷ്യരെ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയുടെ അവർ സ്നേഹം കാണും. ചില സഹോദരങ്ങളൊക്കെ വഴക്കുണ്ടാക്കി ക്ഷമിക്കുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യും. അത് ക്ഷമയുടെ ഒരു അടയാളം അല്ലേ? ഇവിടെ പറയാം, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, അതായത് കർത്താവ് നമ്മളോട് ക്ഷമിച്ചതിൻ്റെ അടയാളമാണ് ഈശോയുടെ പരിഹാരം. കാൽവരി മലമുകളിലേക്ക് പോകും. എത്രമാത്രം ദൈവം എന്നോട് ക്ഷമിക്കുന്നു, എത്രമാത്രം ദൈവം എന്നോട് ക്ഷമിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, അതറിയണമെങ്കിൽ ഈശോയുടെ കുരിശിലേക്ക് നോക്കുമ്പോൾ ആ ക്രൂശിൽ കർത്താവ് കിടന്ന് നഗ്നനായി കിടക്കുന്നു അല്ലേ? വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞെടുക്കപ്പെട്ടു, ശരീരം മുഴുവൻ തകർക്കപ്പെട്ടു, എല്ലാ വിധത്തിലും തകർക്കപ്പെട്ടു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിക്കുകയാണ്. ആ ക്ഷമയെ ഒരാത്മാവ് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത്. അതാണ് ഇവിടുത്തെ സീക്രട്ട്. ഹല്ലേലൂയ. ക്രിസ്തു കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. സർവോപരി എല്ലാത്തിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുക. അപ്പോൾ ഈ ദമ്പതിമാരുടെ ധ്യാനത്തിന് ഈശോ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താ? നമ്മൾ സ്നേഹം പരിശീലിക്കണം. സ്നേഹം പരിശീലിക്കണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലോട്ട് കയറണം. അതായത് നമുക്ക് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന സകല മേഖലകളെ ഈശോയുടെ കുരിശിലെ പരിഹാര വിധിയുമായിട്ട് കണക്ട് ചെയ്യണം.
നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനും നമ്മളെ ആദ്യം സ്നേഹിച്ച ഈശോയുടെ സ്നേഹമായിട്ട് കണക്ട് ചെയ്യുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് സ്നേഹവും ക്ഷമയും കരുണയൊക്കെ ഒഴുകുന്നത്. നമ്മളിൽ നിന്ന് നല്ലതൊന്നും വരത്തില്ല. വരുന്നത് ഈശോയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുടുംബജീവിതമാകട്ടെ, ഫാമിലി ലൈഫ് ആകട്ടെ, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമാകട്ടെ, ഇതൊക്കെ ഏതെങ്കിലും വിധത്തിൽ നല്ല രീതിയിൽ ഓടണമെങ്കിൽ മനുഷ്യരിൽ നിന്ന് വരുന്ന സ്നേഹത്തിനും ക്ഷമയ്ക്കും കരുണയ്ക്കൊക്കെ ലിമിറ്റുണ്ട്. ഈശോയിൽ നിന്ന് വരുന്ന ക്ഷമയും സ്നേഹവും കരുണയ്ക്കും ലിമിറ്റുണ്ട്. ഹല്ലേലൂയ. ഈശോ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ശിമയോനെ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് പത്രോസ് ഈശോനെ 3 തവണ തള്ളി പറയുന്നതിന് മുൻപാണ് ഇത് പറയുന്നത്. അതിനുശേഷമല്ല. ഈശോ അതെല്ലാം കണ്ടു. 3 തവണ പത്രോസ് തള്ളി പറയുന്നത് ഈശോയ്ക്ക് അറിയാനും. ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോ ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മുടെ വിശ്വാസം ക്ഷയിക്കരുത്. നമ്മുടെ വിശ്വാസം ക്ഷയിപ്പിക്കാൻ പിശാച് പല രീതിയിൽ ശ്രമിക്കും. ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല, കരുണയില്ല. നോ, ഗോഡ് ലവ്സ് യു അൺകണ്ടീഷണലി. ഈ വിശ്വാസം ക്ഷയിക്കരുത്. പത്രോസ് ഈശോനെ തള്ളി പറഞ്ഞു, 3 തവണ തള്ളി പറഞ്ഞു അല്ലേ? ആ തള്ളി പറഞ്ഞ പത്രോസ് വഞ്ചിയും വലയുമായിട്ട് പിന്നീട് പഴയ ജീവിത രീതിയിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഈശോ എന്താ ചെയ്തത്? അന്ന് രാത്രി, അന്ന് പ്രഭാതത്തിൽ ഇവരെ എല്ലാം കാത്തൊരു സ്ഥലത്ത് തീയൊക്കെ കൂട്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കർത്താവ് കാത്തു നിൽക്കുവാണ് ഇവർക്ക് വേണ്ടി. പണ്ട് ഈശോ ഒരു ഉപമ പഠിപ്പിച്ചായിരുന്നു. ദ പാരബിൾ ഓഫ് പാരബിൾസ്, ധൂർത്തപുത്രന്റെ ഉപമ അല്ലേ? ധൂർത്തപുത്രന്റെ ഉപമയില് എന്താ മകൻ ചെയ്തത്? ധൂർത്തപുത്രൻ വാസ്തവത്തിൽ ധൂർത്തപുത്രന്റെ കഥയല്ല. യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ പ്രോഡിക്കലി ലവിംഗ് ഹെവൻലി ഫാദർ. അതായത് പ്രോഡിക്കൽ, ധൂർത്തമായി സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഒരു അപ്പന്റെ കഥയാണ്. ജൂതന്മാരുടെ സംസ്കാരത്തില് അപ്പൻ ജീവനോട് ഇരിക്കുമ്പോൾ വീതം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പനെ പുറകിൽ നിന്ന് കുത്തി കൊല്ലുന്നതിന് തുല്യമാണ്. ജൂതന്മാർ ഒരിക്കലും അപ്പൻ ജീവനോട് ഇരിക്കുമ്പോൾ വീതം നിന്ന് ചോദിക്കാറില്ല. ഈ മനുഷ്യൻ വന്ന് അപ്പനോട് വീതം ചോദിക്കുക. അപ്പൊ ആ അപ്പൻ കടന്നുപോയ വേദന എത്രമാത്രമായിരിക്കും അല്ലേ? എത്രമാത്രം വലിയ വേദനയോട് അപ്പൻ കടന്നു. പക്ഷെ അപ്പൻ ഈ മകന് വേണ്ടതെല്ലാം കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഈ മകൻ ഇതെല്ലാമായിട്ട് പോയിട്ട് ദൂർത്തടിച്ച് നശിപ്പിച്ച് അവസാനം എവിടെ എത്തിപ്പെട്ടത്? ഒരു പന്നിയുടെ ഫാമിൽ എത്തിപ്പെട്ടേക്കുവാണ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും പോകാത്ത, അല്ലെങ്കിൽ പന്നി എന്നുള്ളത് ഒരു പന്നിയെ ഭക്ഷിക്കാറില്ല. പന്നിയുടെ വിസർജനം എടുത്ത് ഇങ്ങനെ വളത്തിനായിട്ടൊക്കെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ആ പന്നി കഴിക്കുന്ന തവിടെങ്കിലും കഴിക്കണം എന്നോർത്ത് ആ മനുഷ്യൻ തകർന്ന് തരിപ്പണമായിട്ട് അവിടെ കിടക്കുവാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ അപ്പൻ ആളെ വിട്ടൊക്കെ ഈ മകൻ എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചു കാണും. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് ഈ മകൻ എത്തിപ്പെട്ടു. ആ സ്ഥലത്ത് വെച്ച് ആ മകൻ ചിന്തിക്കണം, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഒരുപാട് സേവകന്മാരുണ്ട്, അവരിതിൽ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോഴും ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ മകൻ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതായിട്ട് ഈ മകന് മാനസാന്തരം ഉണ്ടായി. ഒരു സ്റ്റെപ്പ് വെച്ചു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് വെച്ചു. ഇന്നിപ്പോൾ ഈ ധ്യാനത്തിൽ വന്ന് നിങ്ങളെടുത്തൊരു സ്റ്റെപ്പാണ്. ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിയുമോ? ധ്യാനം കൂടിയേക്കാം. ധ്യാനം കൂടി കഴിയുമ്പോൾ കർത്താവിനെ സഹായിക്കും, അല്ലെങ്കിൽ ഇതെനിക്കൊരു അനുഗ്രഹമായി തീരും. ഒരു സ്റ്റെപ്പ് വെച്ചു. ധൂർത്തപുത്രൻ ഒരു സ്റ്റെപ്പ് വെച്ചു. പക്ഷെ ഇവിടെ ധൂർത്തപുത്രനെ മാറ്റിമറിച്ച ഏറ്റവും വലിയ സംഭവം എന്താ? ധൂർത്തപുത്രൻ 2-3 കാര്യങ്ങൾ അപ്പനോട് പറയാൻ വേണ്ടി എഴുതി പ്രിപ്പയർ ചെയ്ത്. അപ്പാ, നിനക്കെതിരെ സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. എന്നെ ഒരു സേവകനായിട്ടെങ്കിലും എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് ആൾ വലിയ പ്രസവമൊക്കെ പ്രിപ്പയർ ചെയ്ത് ആളങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ഈ മകൻ ഇങ്ങനെ വിദൂരത്ത് നിന്ന് വരുന്നത് കണ്ടപ്പോഴേ ആ ബംഗ്ലാവിന്റെ ആ ഒരു മാൻഷന്റെ മുകളിൽ നിന്ന് അപ്പൻ അവിടുന്ന് താഴെ ഇറങ്ങി ഓടിച്ചെന്ന് ഈ മകനെ കെട്ടിപ്പിടിച്ച്, ഇതിന്റെ ഈശോയുടെ ഭാഷ അറാമിക് ഹീബ്രു ഭാഷയുള്ള ട്രാൻസ്ലേഷൻ നമ്മൾ കാണുന്നത് നിർത്താതെ ചുംബിച്ചത്. പന്നിക്കുഴി കിടന്ന മനുഷ്യൻ ദേഹം മുഴുവൻ ചേറാണ്. ആ ചേറിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് വന്ന വ്യക്തി കെട്ടിപ്പിടിച്ച് ഈ അപ്പൻ നിർത്താതെ ചുംബിക്കുകയാണ്. ഈ മകൻ പറയുന്നത്, അപ്പ നിന്റെ മകൻ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ആദ്യത്തെ ഒരു കാര്യം പറയാൻ സമ്മതിച്ചു, ബാക്കി 2ാമത്തെ 3ാമത്തെ ഒക്കെ എഴുതി വെച്ചൊന്നും പറയാൻ അപ്പൻ സമ്മതിച്ചില്ല. കാരണം അതിനു മുമ്പ് തന്നെ ഈ അപ്പൻ ഈ മകനെ നിർത്താതെ ചുംബിക്കുകയാണ്. ആ ചുംബനത്തിനകത്ത് ഇവന് കിട്ടുന്ന വലിയൊരു അക്സെപ്റ്റൻസ് ഉണ്ട്.
ഈ മകൻ എന്തെങ്കിലും യോഗ്യതയാണ്, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു അപ്പൻ, നിങ്ങളുടെയൊക്കെ മകനോ മകളോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ നിങ്ങൾ ലോൺ എടുത്ത് വിട്ട്, ഈ പറഞ്ഞ സംഭവം ഒന്നും വേണ്ട, ലോൺ എടുത്ത് വിട്ട് ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ പോയിട്ട് ഒത്ത് റെഡിയാകാതെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ 10% രീതി സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിക്കുമായിരിക്കും, അപ്പനോ മകനെന്നുള്ള നിലയിൽ, മക്കളെന്നുള്ള നിലയിൽ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതുപോലൊരു ട്രീറ്റ്മെന്റ് ലോകത്ത് ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈശോ അവിടെ പരിചയപ്പെടുത്തുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. അത് ഉയർത്തി പറഞ്ഞു, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ കർത്താവ് 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കും. ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് ഈ ഒരു ധ്യാനം കൂടാൻ വരാൻ തീരുമാനം എടുത്തപ്പോൾ തന്നെ ഈശോ 10 സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഈശോയുടെ പ്രത്യേകതയാണ്. നമ്മൾ ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അത്ഭുതം നടക്കും, കിലോമീറ്ററുകൾക്ക് അപ്പുറം അത്ഭുതങ്ങൾ നടക്കും. ആ കർത്താവിന്റെ അത്ഭുതത്തിന് പ്രത്യേകത. പണ്ടൊരു ധ്യാനത്തിൽ അമ്മച്ചി വന്നിട്ട് ഈ പ്രസംഗം എല്ലാം കേട്ടിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ ഈ പ്രസംഗം സത്യമാണെങ്കിൽ, ഈശോ സത്യമാണെങ്കിൽ 18 വർഷം മുമ്പ് എന്നോട് വഴക്കുണ്ടായി വീട് വിട്ടുപോയ മകൻ തിരിച്ചു വരണേ. ഹല്ലേലൂയ. വീട് വിട്ടുപോയ മകൻ തിരിച്ചു വരണം. വീട്ടിൽ പ്രശ്നമുണ്ട്, ആ മകൻ ജീവിച്ചിരിക്കണോ മരിച്ചോ ആർക്കും അറിയാമോ? 18 വർഷമായിട്ട് ഉള്ള വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, വീട് വിട്ടു. അത് ഇതുപോലെ ഈശോയുടെ സ്നേഹത്തിന്റെ ഒരു ശുശ്രൂഷയാണ്. അമ്മച്ചി ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങയുടെ സ്നേഹം എൻ്റെ മകനെ. അപ്പൊ അമ്മച്ചിക്ക് 18 വർഷമായിട്ട് ഈ മകനോട് ക്ഷമിക്കാനും പറ്റുന്നില്ല. അന്നത്തെ ശുശ്രൂഷയിൽ ഈശോയുടെ സ്നേഹം അങ്ങ് പൊട്ടി പുറപ്പെട്ടപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ആ മകനോട് ക്ഷമിക്കാൻ പറ്റി. അമ്മച്ചി മകനോട് ക്ഷമിച്ച് മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് 8 മണിയായപ്പോൾ 8 മണി കഴിഞ്ഞപ്പോൾ മകൻ വീടിൻ്റെ ഡോറെ വന്ന് മുട്ടി. അമ്മച്ചി വാരോടെ ഞെട്ടിപ്പോയി. 18 വർഷം മുമ്പ് വീട് വിട്ടു പോയ ആളെ ജയിച്ചു. അതാണ് ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത. നമ്മൾ ഒച്ച വെച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ സ്തുതിക്കുന്നതിന്റെ വലുപ്പമൊന്നുമല്ല, ഈ സ്നേഹത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ മക്കൾ ഓസ്ട്രേലിയയിലോ അയർലൻഡിലോ അമേരിക്കയിലോ അവിടെ ഇപ്പം വിടുതൽ നടക്കും, ഇപ്പം ഡെലിവറീസ് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഇന്ന് സമർപ്പിക്കുന്നു. ഈശോയെ, ഈശോയെ നിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നല്ല സമരിയാക്കാരനായ ഈശോയെ എൻ്റെ വേദനകളെ അവിടെ ഒപ്പിയെടുക്കണേ. ഈശോ അനേകരുടെ വേദനകളെ ഈ നിമിഷം ഒപ്പിയെടുക്കുന്നതാണ് കർത്താവ് കാണിക്കുന്നത്. നിങ്ങളുടെ തൊട്ടരികില് ഈശോ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ തൊട്ടരികിൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുന്നു. ക്ഷമിക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങൾ, ആർത്രൈറ്റിസ് രോഗം, ആ രോഗം, ശരീരത്തിന്റെ സന്ധികൾ, ജോയിൻസിലുള്ള പെയിനുകൾ, ആ പെയിനുകൾക്ക് ഈശോയുടെ സൗഖ്യം നൽകുന്നു. പക്ഷെ ഈശോ ആവശ്യപ്പെടുന്നൊരു കാര്യം, 3 തരത്തിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളോട് തന്നെ ക്ഷമിക്കണം. ഈ കൂട്ടായ്മയിൽ ചില വ്യക്തികൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. നിരവധി തവണ കുമ്പസാരിച്ചതാണ്, പ്രാർത്ഥിച്ചതാണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കുവാൻ കഴിയാത്ത മേഖല, ആ മേഖലകളിലേക്ക് ഇന്ന് ഈശോയുടെ ഒരു സ്നേഹ ചുംബനം കടന്നു വരുന്നു. ഈശോ നിങ്ങളെ ചുംബിച്ചുകൊണ്ട് പറയുന്നു, കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു, നിങ്ങളെ കർത്താവ് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, എൻ്റെ ക്ഷമയെ സ്വീകരിക്കുക. ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങ് നൽകുന്ന ആ ക്ഷമയെ ഞാൻ സ്വീകരിക്കും, അങ്ങ് നൽകുന്ന ആ ക്ഷമയെ ഞാൻ സ്വീകരിക്കും. ആ ക്ഷമയെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ള വലിയൊരു കൃപ ഈശോ നിമിഷം നൽകും. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ ഉള്ള വലിയൊരു കൃപ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കും. A healing presence of Jesus so strong here. ശരീരത്തിൽ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ചിലപ്പോൾ വിദൂരത്തിലാണ്, ആ വ്യക്തിയോട് ഈ നിമിഷം ക്ഷമിക്കുക. ആ വ്യക്തിയെ ഈശോ ഈ നിമിഷം സ്പർശിക്കും. ഈശോ ഈ നിമിഷം സ്പർശിക്കും. ചിലപ്പോൾ നിങ്ങളെ വളരെ തീവ്രമായിട്ട് ആ വ്യക്തി വേദനിപ്പിച്ചു. ആ വേദന നിങ്ങളെ വലിയ ആഴത്തിലുള്ള മുറിവുകളുണ്ടാക്കി. എന്നാൽ ഈശോയുടെ സ്നേഹം എന്ന് നിങ്ങളെ നിർബന്ധിക്കുകയാണ്, ആ വ്യക്തിയോട് ക്ഷമിക്കുക. 3-ാമതായിട്ട് കർത്താവ് ഒരു കാര്യം എന്നോട് പറയുകയാണ്, എന്നോട് പറയുവാൻ. ചിലപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ദൈവമേ ഈ ഒരു കുടുംബത്തിൽ ജനിച്ചത്, ഈ ഒരു സഹനം നീ അനുവദിച്ചു.
എന്നാൽ ഈശോ പറയുകയാണ്, എൻ്റെ മകനെ മകളെ, നീ എന്നോട് ക്ഷമിക്കുക. നിന്നോടുള്ള സ്നേഹം നിമിത്തം എൻ്റെ കുരിശിലെ പരിഹാര വിധി ഒന്ന് മാത്രമാണ് നിന്നെ രക്ഷിക്കുന്നതെന്ന് നീ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ സഹനം ഞാൻ അനുവദിച്ചെങ്കിൽ, ഈ സഹനത്തിന് നടുവിൽ നിന്ന് നീ എന്നോട് ക്ഷമിച്ച് നീ എന്നെ ആരാധിക്കുമ്പോൾ ഇതിൽ നിന്ന് നീ പുറത്തു വരുന്നത് ഒരു ഉത്ഥാനത്തിന്റെ അഭിഷേകവുമായിട്ട്. വലിയൊരു ഉത്ഥാനത്തിന്റെ അഭിഷേകം. ഇന്ന് കടന്നു പോകുന്ന സകല സഹനത്തിനും അപ്പുറം ഉത്ഥാനത്തിന്റെ വലിയൊരു അഭിഷേകം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഉത്ഥാനത്തിന്റെ വലിയൊരു അഭിഷേകം. റോമാലേഖനം 8-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ഒരിക്കൽ നാം അവനോടൊപ്പം മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോടൊപ്പം പീഡനം അനുഭവിക്കണം. ഇന്ന് നീ കടന്നു പോകുന്ന സഹനത്തിന്റെ നടുവിൽ നീ തനിച്ചല്ല, നിന്റെ കൂടെ യേശുവുണ്ട്. ഇന്ന് നീ കടന്നു പോകുന്ന ഒറ്റപ്പെടലിന്റെ നടുവിൽ നീ തനിച്ചല്ല, നിന്റെ കൂടെ യേശുവുണ്ട്. ഇന്ന് നീ കടന്നു പോകുന്ന റിജക്ഷൻസ്, തിരസ്കരണങ്ങളുടെ നടുവിൽ നീ തനിച്ചല്ല, തിരസ്കരിക്കപ്പെട്ടവനായ യേശു നിന്റെ കൂടെയുണ്ട്. യേശുവിന്റെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളെയും എല്ലാ വിഷമങ്ങളെയും ഈശോ ഏറ്റെടുക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി, സാധിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി ഈശോയെ സ്തുതിക്കാം. ഈ സ്തുതിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അടയാളങ്ങൾ സംഭവിക്കുന്നു, വീര്യപ്രവൃത്തികൾ സംഭവിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈശോയെ, ഈശോയുടെ മക്കളെ ഞങ്ങൾ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദുഷ്ടൻ കെട്ടിയ എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈ രാജ്യത്തും വിദേശ രാജ്യങ്ങളടക്കം എവിടെയൊക്കെയാണോ ദുഷ്ടൻ കെട്ടിയ കെട്ടുകൾ, എല്ലാ ബന്ധനങ്ങൾ, അവയെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്വീകരിക്കാം. അഭിഷേകം വെളിപ്പെടുന്നു, അഭിഷേകം വെളിപ്പെടുന്നു, അഭിഷേകം വെളിപ്പെടുന്നു, കൃപ വെളിപ്പെടുന്നു, കൃപ വ്യാപരിക്കുന്നു. ഭാഷാപരത്തെ സ്തുതിക്കുവാനുള്ള കൃപ അനേകർക്ക് നൽകുന്നു. ഭാഷാപരം നൽകി അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാരമാലബ, ശാരമാലബ. ആർത്രൈറ്റിസ്, ഫിക്സ് രോഗമുള്ളവരെ ഈശോ സൗഖ്യമാകുന്നു. വലിയ വിടുതലുകൾ സംഭവിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് ഞാൻ സമീപസ്ഥനാണ് ഈശോ പറയുന്നു. ഈശോ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നു. ഇന്ന് ചില വ്യക്തികൾ ഈ കൂട്ടായ്മയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. മഗ്ദല മറിയം എന്ന കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞതുപോലെ ഈശോയോടുള്ള സ്നേഹം നിമിത്തം ഇന്ന് കണ്ണുനീരോടെ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ മറികടന്ന് ഈശോ പോകത്തില്ല. ഈശോ ഇതിനെ നടക്കുക കേട്ടോ. ഈശോയുടെ സാന്നിധ്യം ഈശോയിലെ ഉണ്ട്. നമ്മുടെ നടുവിലൂടെ ഈശോ നടക്കുകയാണ്. ഈശോയുടെ ആ സ്പർശനം ആഗ്രഹിക്കുന്നവര് മഗ്ദല മറിയത്തെ പോലെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. നിന്നെ മറികടന്ന് ഈശോ പോകത്തില്ല. ഈശോ നിന്നെ കാണും, നിന്നെ തൊടും. തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് മറിയം ഇങ്ങനെ പറഞ്ഞു, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എനിക്കൊന്ന് വിട്ടു തരാവോ, എനിക്കൊന്ന് വിട്ടു തരാവോ? ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ, ആരൊക്കെ എന്നെ കല്ലെറിഞ്ഞാലും കളിയാക്കിയാലും ഞാൻ മാറിപ്പോകത്തില്ല. എനിക്ക് എൻ്റെ യേശു ആവരുത്. ഈശോയെ വലുതെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ആ വ്യക്തിയെ കർത്താവിന് അനുഗ്രഹിച്ചിട്ട് ഇവിടെ നിന്ന് മടക്കി വിടത്തും. ഇന്ന് രാത്രി a special blessing is coming upon your life. ഒരിക്കലും ഒരു കുഷ്ഠരോഗി ഈശോയോട് ചോദിച്ചു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ നിനക്ക് ശുദ്ധനാക്കുവാൻ കഴിയും. ഈശോയ്ക്ക് ഒരു വാക്ക് മതിയായിരുന്നു അവനെ സൗഖ്യമാക്കുക. പക്ഷെ ഈശോ എന്താ ചെയ്തത്? ഈശോ മകനെ ചേർത്ത് നിർത്തി തൊട്ടുകൊണ്ട് അവന് സൗഖ്യം കൊടുത്തു. കാരണം ആ മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മനുഷ്യനെ തൊടത്തില്ല. സകല മനുഷ്യനും കൈയൊഴിഞ്ഞു. എല്ലാവരും പറഞ്ഞു ഇത് ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇവൻ ജീവിതത്തിലെടുത്ത തീരുമാന നിമിത്തമാണ് ഈ തകർച്ച ഉണ്ടായത്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും കൈയൊഴുകുകയും കളിയാക്കുകയും കല്ലെറിയുകയും കൊള്ളരുതാത്തവരെന്ന് പറയുകയും മാറ്റി നിർത്തുകയും ചെയ്ത ഒരു മനുഷ്യന് വേണ്ടി യേശു കടന്നു വന്ന് ഗെരസേനയുടെ നാട്ടിൽ എല്ലാവരും ഉപേക്ഷിച്ച് സെമിത്തേരിയിൽ കിടന്ന ആ മനുഷ്യനെ ഈശോ ചേർത്ത് നിർത്തി. എല്ലാവരും ഉപേക്ഷിച്ച കുഷ്ഠരോഗിയുടെ അരികിലേക്ക് ഈശോ കടന്നു വന്ന് ഈശോ ആ മകനെ തൊട്ടുകൊണ്ട് അവനെ ചേർത്ത് നിർത്തി ഈശോ അവന് സൗഖ്യം കൊടുത്തു. അതുപോലെ ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും അരികിലേക്ക് ഈശോ ഇന്ന് കടന്നു വരികയാണ്. ഈശോയുടെ സാന്നിധ്യം ഇന്ന് കടന്നു വരികയാണ്. ഇന്ന് ഈശോ നിന്നെ നോക്കി പറയുകയാണ്, മകനെ, മകളെ, മറ്റുള്ളവർ നിന്നെ കാണുന്നത് പോലെയല്ല ഞാൻ നിന്നെ കാണുന്നത്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ നോക്കി വിധി എഴുതുന്നത് പോലെയല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു, നിത്യമായി സ്നേഹിക്കുന്നു.
നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് പരിശുദ്ധ കുർബാന. നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ നൽകി ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി വിഭജിച്ചു നൽകി. എന്നെ തന്നെ നിനക്ക് വേണ്ടി പൂർണ്ണമായി ഞാൻ നൽകി. പൂർണ്ണമായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നാം പാപികളായിരിക്കും. ഒരു യോഗ്യതയുമില്ലാതിരുന്നിട്ട് ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായി, ദിവികാരണത്തിന്റെ ആരാധനയ്ക്കായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കർത്താവേ, എനിക്ക് ശക്തി തരണമേ കർത്താവേ. നിരവധി രോഗികളെ ഈശോയെ കുറിച്ച് സൗഖ്യമാക്കും. പാരമ്പര്യമായിട്ടുള്ള ചില കേഴ്സുകൾ, അപ്പനപ്പൂപ്പന്മാരിൽ നിന്ന് പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ള പല രോഗാവസ്ഥകൾ, ചില കുടുംബത്തിലെ അസ്വസ്ഥതകൾ ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ ഈശോ പരിപൂർണമായിട്ട് എടുത്തു മാറ്റും. ഇനി അങ്ങനെ ഒരു അസ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. പരിപൂർണമായി ഈശോ അതിനെ തുടച്ചു മാറ്റും. കൊളോസ്യസ് 1:13 അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു തന്റെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് അഭിഷേകം എടുത്തിരുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതി യോഗ്യനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇവിടെ തുടർന്ന് നമ്മുടെ സൗഖ്യ ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയാണ്. കുടുംബത്തിന് വേണ്ടി ഒരു വെള്ളം പൊടിച്ചിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ പ്രയർ ആരംഭിക്കും. എല്ലാവരും എത്തിച്ചേരാം കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടെ ബാത്റൂമിൽ പോകണമെങ്കിൽ ഇവിടെ 2 ബാത്റൂം കൊണ്ട് ഉപയോഗിക്കാം. ഇവിടെ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ വെള്ളമുണ്ട്, താഴെ ഇറങ്ങണമെന്നില്ല. ഇവിടെ പോയി